ഉപതെരഞ്ഞെടുപ്പിന് മുൻപേ തുടങ്ങിയതാണ് ബി.ജെ.പിയുടെ പാലക്കാട്ടെ തമ്മിലടി. തെരഞ്ഞെടുപ്പിനിടെ സന്ദീപ് വാര്യരുടെ ഇറങ്ങിപ്പോക്കോടെയുണ്ടായ സ്ഫോടനങ്ങളെ വ്യക്തിപരമെന്ന് പറഞ്ഞ് ഒതുക്കി തീർക്കുന്നു. പ്രമീള ശശിധരൻ അടക്കമുള്ളവർ ഇടക്കാലത്തുയർത്തിയ വെല്ലുവിളികളെ ഏറിയും കുറഞ്ഞും പറഞ്ഞു തീർക്കുന്നു. പക്ഷേ പ്രശാന്ത് ശിവന്റെ പേര് ജില്ലാ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഉയർന്നു വന്നതോടെ കോട്ട ചാഞ്ഞു. രാജ്യഭീഷണിയുമായി കൗൺസിലർമാർ, രഹസ്യയോഗങ്ങൾ, കേന്ദ്ര തിട്ടൂരമെന്ന് ഒറ്റ വാക്കുകൊണ്ട് ഒട്ടയടയ്ക്കാൻ കഴിയാത്ത ഛേദമുണ്ട് പാർട്ടിയിൽ. പാലക്കാട്ട് പിളരുമോ? സൂപ്പർ പ്രൈം ടൈമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കോൺഗ്രസിൽ നിന്ന് ശ്രീ സന്ദീപ് വാര്യർ, ബി.ജെ.പി സഹയാത്രികൻ ശ്രീ ഷാബു പ്രസാദ്, മാധ്യമപ്രവർത്തകൻ ശ്രീ എൻ ശ്രീകുമാർ എന്നിവരാണ് നമ്മളോടൊപ്പം ചർച്ചയിൽ. ശ്രീ ഷാബു പ്രസാദ്, പാലക്കാട്ടെ പ്രശ്നങ്ങളില്ല എന്ന പറയലിൽ നിന്ന് ബി.ജെ.പി ഏറെക്കുറഞ്ഞെങ്കിലും പിന്നോട്ട് പോയിരിക്കുന്നു എന്ന് തോന്നുന്നു. ഇതിപ്പോൾ പറയാനുള്ളത് കേന്ദ്രം തീരുമാനിച്ച അല്ലെങ്കിൽ കേന്ദ്ര നേതൃത്വം അംഗീകരിച്ച പട്ടികയാണ് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് സംസ്ഥാന അധ്യക്ഷനടക്കം വിശദീകരിക്കുന്നത്. പാലക്കാട്ടെ പാർട്ടിയിൽ എന്താണ് സംഭവിക്കുന്നത് എന്നാണ് അങ്ങ് മനസ്സിലാക്കുന്നത്? ഈ മാധു, ഒരു പാർട്ടി വളരുമ്പം അതിൻ്റെ ഒപ്പം ഈ വിളകളുടെ ഒപ്പം കളകളും വളരും, തീർച്ചയായിട്ടും ഉണ്ടാവും. അതിൻ്റെതായ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാകും. അത് തീർച്ചയായിട്ടും ആ പാർട്ടി ശ്രദ്ധിക്കേണ്ടതാണ്. ആരെയൊക്കെ വളർത്തണം, ആരെയൊക്കെയാണ്, അത് ആളെയൊക്കെ നോക്കിയും കണ്ടും ഒക്കെ വളർത്തുക എന്നുള്ളത് ഒരു പാർട്ടി തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, പ്രത്യേകിച്ച് ബി.ജെ.പി പോലെയുള്ളൊരു പാർട്ടി. പക്ഷേ എല്ലാ കാര്യങ്ങളും ചക്കയൊന്നുമല്ലോ ചൂഴ്ന്നു നോക്കാൻ. നന്നായിട്ട് പെർഫോം ചെയ്യുന്നവരെയും അല്ലെങ്കിൽ പെർഫോം ചെയ്യുന്നു തോന്നുന്നവരെയും മിടുക്കരും തോന്നുന്നവരെയും ചെറുപ്പക്കാരെയും ഒക്കെ അതൊരു ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഒരു മനോഭാവത്തോടു കൂടി പാർട്ടിയിൽ അവർ വളർത്തും, തീർച്ചയായിട്ടും വളർത്തും. അങ്ങനെ വളർന്നു വരുന്നവരിൽ ചിലർ പാർട്ടിയേക്കാൾ വലുതാണ്, പ്രസ്ഥാനത്തിനേക്കാൾ വലുതാണ് ഞാൻ എന്ന തോന്നലുണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന സ്വാഭാവികമായ പ്രശ്നങ്ങൾ തീർച്ചയായിട്ടും ബി.ജെ.പിക്കകത്തും ബി.ജെ.പിയിലും ഉണ്ടാകുന്നുണ്ട്. അത് ഒന്നും നിഷേധിക്കാൻ കഴിയുകയൊന്നുമില്ല. ശ്രീ ആരാണ് ഈ കളകൾ? അതായത് പാർട്ടി വളരുന്നതിനൊപ്പം എന്ന് പറയുമ്പോൾ പാർട്ടി ഉണ്ടായിരുന്ന ഒരു നിയമസഭാ സീറ്റ് അടക്കം നഷ്ടപ്പെട്ട സാഹചര്യത്തിലാണ് സംസ്ഥാന രാഷ്ട്രീയത്തിൽ. ഇനി എന്നാലും ഈ വളരുകയാണ് വോട്ട് വിഹിതത്തിന്റെ അടിസ്ഥാനത്തിൽ എന്ന രീതിയിൽ അതിനെ കാണുകയാണ് എങ്കിലും ആരാണ് ഈ കളകൾ? അത് ധാരാളം ഉണ്ട്. ഇപ്പം ഞാനിപ്പോൾ അതിന് പ്രത്യേകിച്ച് പേരൊന്നും എടുത്ത് പറയേണ്ട കാര്യമൊന്നുമില്ല. ഇനിയിപ്പം അങ്ങനെ പറയണമെന്ന് നിർബന്ധമാണെങ്കിൽ ഇപ്പോൾ പറയാം. ഇപ്പോൾ ഈ ചർച്ചയിലുള്ള സന്ദീപ് വാര്യരെ പോലുള്ള ആൾക്കാരുണ്ട്. അതായത് അവർ പാർട്ടിയിലേക്ക് വന്നു, അവർ പാർട്ടിയുടെ ഭാഗമായി പ്രവർത്തിച്ചു. ആ പാർട്ടിയുടെ ഭാഗമായിട്ട് പ്രവർത്തിച്ചപ്പോൾ അവർ കുറച്ച് കഴിഞ്ഞ് അവർക്ക് വലിയ വലിയ അംഗീകാരങ്ങൾ കിട്ടി. പാർട്ടിക്കകത്ത് കിട്ടാവുന്ന അംഗീകാരം, ഒരു ചെറുപ്പക്കാർക്ക് കിട്ടാവുന്ന അംഗീകാരങ്ങളെല്ലാം കിട്ടി. ഒരു പരിധിയായപ്പോൾ ഞാൻ പാർട്ടി പ്രസ്ഥാനത്തിനേക്കാൾ വലുതാണ് എന്ന് തോന്നിയപ്പോൾ ഉണ്ടായ ഒരു സംഭവം നമുക്കറിയാം. അദ്ദേഹം ഇന്ന് വേറൊരു പാർട്ടിയിലാണ് ഇരിക്കുന്നത്. ഇതൊക്കെ തന്നെ, ഇതാണ് ഞാൻ പറഞ്ഞത്. അത് തീർച്ചയായിട്ടും ബി.ജെ.പി എന്ന സംഘടന ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണത്. പക്ഷേ ഈ പറയുന്ന വിമതസ്വരം ഉയർത്തുന്ന ആളുകളൊക്കെ പറയുന്നത്, ഇപ്പോൾ എത്ര കളകളെന്ന് വിശേഷിപ്പിച്ചാലും വിളവെടുപ്പ് അവനവന്റെ പെട്ടിയിലേക്കാണ് എന്നുള്ള ഒരു വിമർശനമാണല്ലോ ഉന്നയിക്കുന്നത്. ഇപ്പൊ സന്ദീപ് വാര്യർ ഇറങ്ങിപ്പോകുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞത് സി കൃഷ്ണകുമാറിനെതിരെയാണ്. അതിനുശേഷം പ്രമീള ശശിധരൻ അടക്കമുള്ളവർ വിമതസ്വരം ഉയർത്തിയപ്പോൾ അവർ പറഞ്ഞത് സി കൃഷ്ണകുമാറിനെതിരെയാണ്. ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന പ്രശാന്ത് ശിവൻ എന്ന് പറയുന്നത് സി കൃഷ്ണകുമാറിന്റെ നോമിനിയാണ്. അങ്ങനെ പാലക്കാട്ടെ പാർട്ടി കൃഷ്ണകുമാറിന്റെ ആധിപത്യത്തിലേക്ക് ചുരുങ്ങുന്നു, അദ്ദേഹത്തിന്റെ പെട്ടിയിലേക്ക് മാത്രം ഒതുങ്ങുന്നു എന്നുള്ള കാഴ്ചപ്പാടും വിമർശനവും കാണാതെ പോകുന്നതാണോ? അത് അങ്ങനെയൊന്നില്ല എന്ന് പാർട്ടിക്ക് ഇപ്പോഴും വിശദീകരിക്കാൻ കഴിയുന്നുണ്ടോ? അല്ലല്ല, വിമർശനങ്ങളും അവരുടെ കാഴ്ചപ്പാടുകളൊക്കെ ആർക്കും എത്താം. സി കൃഷ്ണകുമാർ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ കാലം, അതായത് വളരെ ബാല സ്വയംസേവകനായി സംഘശാഖയിൽ വന്ന് വളരെ ഏറ്റവും താഴ്ന്ന ലെവലിൽ വർക്ക് ചെയ്ത് പോസ്റ്റർ ഒട്ടിച്ചും മുദ്രാവാക്യം വിളിച്ചും അടികൊണ്ടും സമരം ചെയ്തും അങ്ങനെ പടിയായിട്ട് ആ ഒരു സീനിയർ തലത്തിലേക്ക് ഉയർന്ന മനുഷ്യനാണ് അദ്ദേഹം. ഈ പറഞ്ഞ പോലെ ചാനൽ ചർച്ചകളിലൂടെയോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള സോഷ്യൽ മീഡിയ ആക്ടിവിറ്റിയോടിലൂടെ ഒന്നും വളർന്ന നേതാവല്ല അദ്ദേഹം പ്രവർത്തിച്ചു വളർന്ന നേതാവാണ്. പിന്നെ നേതാവ് എന്ന് പറയുമ്പം ഇപ്പം മനുഷ്യന് ഈ പറഞ്ഞ പോലെ പ്ലസും മൈനസും എല്ലാം ഉണ്ടാവും. ഞാൻ പറഞ്ഞല്ലോ, അത് ഇതിനിടയ്ക്ക് പാർട്ടി വളരെ കേരളത്തിൽ അതിന്റെ പ്രസൻസ് അറിയിച്ചു. പാലക്കാട് നഗരസഭയിൽ ഭരണത്തിലെത്തി. ഇതിനിടയിൽ ലോക്സഭയിൽ വിജയിച്ചു, ഒരു അസംബ്ലി മണ്ഡലത്തിൽ വിജയിച്ചു. അങ്ങനെ പാർട്ടി വളരുമ്പോൾ ആ പാർട്ടിയോടൊപ്പം പരാന്നഭോജികളായ കുറെ ആൾക്കാരും ഇതിനോടൊപ്പം വളർന്നു. അതിന്റെ തിക്തഫലങ്ങൾ തീർച്ചയായിട്ടും പാർട്ടി അനുഭവിച്ചേ പറ്റുള്ളൂ.
അതാണ് ഇപ്പോൾ സംഭവിക്കുന്നത് പല കാര്യങ്ങളും. ശരി, അപ്പോൾ അത്തരം കളകളെ പറിച്ചു കളഞ്ഞുള്ള ഒരു ശുദ്ധീകരണത്തിന്റെ വേള എന്ന നിലയ്ക്കാണ് അങ്ങ് ഈ BJP-യിലെ പാർട്ടി. ഒറ്റ കാര്യം കൂടെ പറയട്ടെ. അതായത് പിന്നെ ഈ BJP-ക്കകത്തെ അതായത് ഒരാളുടെ നോമിനി അങ്ങനെയുള്ള അതുകൊണ്ട് മാത്രം അയാൾക്ക് സ്ഥാനം കിട്ടി ഒരു പരിധി വരെയൊക്കെ ഉണ്ടാവും എന്നുള്ളതല്ലാതെ ഇത് ടോട്ടൽ ഒരു പാർട്ടി സിസ്റ്റമാണ്. ഒരു മെഷീനറിയാണ്, ഒരു കേഡർ മെഷീനറിയാണ്. അതിനകത്ത് അങ്ങനെ ഒരാളുടെ പരിധിവരെ വ്യക്തി താല്പര്യങ്ങളില്ല എന്നാണ്. ഒരു പരിധിവരെയും വ്യക്തി താല്പര്യങ്ങളുള്ളതിനെ അങ്ങനെ ഒരു ടോട്ടൽ പാർട്ടി എന്ന നിലയ്ക്ക് കാണാൻ കഴിയില്ലല്ലോ. കഴിയില്ല. അതാണ്, അത്രേ ഉള്ളൂ. ഉണ്ടാകാം, ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ല. ഓരോ വ്യക്തികളുടെ നേതാക്കന്മാരുടെ സ്റ്റേച്ചറും അവരുടെ കപ്പാസിറ്റി അനുസരിച്ച് അവർക്ക് അവരുടെ വാക്കുകൾക്ക് വിലയുണ്ടാകും, അതിന് സ്വാധീനമുണ്ടാകും. അതൊക്കെ ഉണ്ടാകും എന്നുള്ളതല്ലാതെ ഒരു അൾട്ടിമേറ്റ് ആയിട്ട് ഇവിടെ ഒരു നേതാവാണ് അൾട്ടിമേറ്റ് എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഇതിൻ്റെ അകത്ത് പോസിബിൾ. ഞാൻ അങ്ങനെയൊക്കെ വരാം. ശരി, ശ്രീകുമാർ, ഇപ്പോ പാലക്കാട്ടെ തിരഞ്ഞെടുപ്പ് എത്രത്തോളം കടുത്തതായിരുന്നു എന്നുള്ളത്, ആദ്യഘട്ടത്തിൽ എത്രത്തോളം കടുത്തതായി വിലയിരുത്തപ്പെട്ടിരുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. വലിയ വിജയം പാലക്കാട്ട് കോൺഗ്രസിന് സ്വന്തമാക്കാൻ കഴിഞ്ഞപ്പോൾ BJP-യുടെ വോട്ടുകൾ അട്ടപട്ടലം അവിടെ നിന്ന് നഷ്ടപ്പെടുന്ന കാഴ്ചയുമുണ്ട്. BJP വലിയ ആത്മവിശ്വാസത്തിലായിരുന്നു എന്ന് കോൺഗ്രസിനും അറിയാവുന്ന കാര്യമാണ്. അതിനൊക്കെ കാരണമായി BJP-ക്കുള്ളിലുള്ളവർ ചൂണ്ടിക്കാണിച്ചതും BJP-യുടെ പ്രവർത്തകരും അണികളുമെല്ലാം ഒരേ സ്വരത്തിൽ പറഞ്ഞതും പാർട്ടിക്കുള്ളിലുണ്ടായ പടലപ്പിണക്കങ്ങളെ കുറിച്ചാണ്. ഇതിപ്പോ കോൺഗ്രസ് ആ സാഹചര്യത്തെ മുതലെടുക്കാൻ അല്ലെങ്കിൽ അത് അനുകൂലമായി ഉപയോഗിക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നു, സന്ദീപ് വാര്യരുടെ നേതൃത്വത്തിലടക്കം ചർച്ചകൾ നടത്തുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഈ പ്രശ്നം പരിഹരിച്ച് തദ്ദേശ ഭരണം അടക്കം കൊണ്ടുപോകാൻ BJP-ക്ക് കഴിയും എന്ന് വിചാരിക്കുന്നുണ്ടോ? നോക്കൂ മാധു, ഇവിടെ പാലക്കാട്ടാണ് പ്രശ്നം ഉണ്ടായതില്ലേ. നമ്മുടെ 14 ജില്ലകളിലെ പാലക്കാട്ട് ആണ് മുഖ്യ പ്രശ്നം BJP-യിൽ. കാരണം എന്താണ്, അവിടെ നഗര പ്രദേശത്ത് ഞങ്ങൾക്ക് ആധിപത്യമുണ്ടെന്ന് BJP പറയുന്നു. ഒരു പരിധി വരെ ശരിയുമായിരുന്നു. നഗരസഭ അവരാണ് ഭരിക്കുന്നത്. നഗരസഭാ ഭരണത്തിനെതിരായിട്ടുള്ള ജനവികാരമൊക്കെ നമ്മൾ പലവട്ടം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അതിലേക്ക് പോകുന്നില്ല. എന്തുകൊണ്ടാണ് ഇപ്പോൾ പാലക്കാട്ട് നഗരസഭയിലെ ഒരു വിഭാഗം കൗൺസിലർമാർ BJP-യോട് താല്പര്യമില്ലായ്മ കാണിക്കുന്നത്? അവരെന്തായാലും കളകളല്ലല്ലോ. എൻ്റെ സുഹൃത്ത് ഷാബു പ്രസാദ് പറഞ്ഞ പോലെ അവർ കളകളല്ലല്ലോ. അവരെ ജനങ്ങൾ തിരഞ്ഞെടുത്ത കൗൺസിലർമാരല്ലേ. അപ്പോൾ ആ കൗൺസിലർമാരാണ് ഇപ്പോൾ പാലക്കാട്ട് യോഗം ചേർന്നുവെന്നും അവിടെ BJP-യോട് അവർക്ക് താല്പര്യമില്ലെന്നുള്ള വാർത്തകൾ വരുന്നത്. അപ്പോൾ അവരെന്തായാലും കളകളല്ല. കാരണം അവരിപ്പോൾ BJP-യിലുള്ളവരാണ്. കള എന്ന് ശ്രീ ഷാബു പ്രസാദ് ആരെയാണ് വിശേഷിപ്പിച്ചത്, അത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമായ ഒരു വിശേഷണം മാത്രമായിട്ട് ഞാൻ കാണുന്നുള്ളൂ. കാരണം ഒരു പാർട്ടിയിൽ നിന്നും ഒരു പ്രമുഖനായ ഒരു വ്യക്തി പുറത്തേക്ക് പോകുമ്പോൾ ആ വ്യക്തിയെക്കുറിച്ച് എല്ലാ പാർട്ടികളിലെയും നേതാക്കളെയും വക്താക്കളൊക്കെ ഇങ്ങനെ തന്നെയാണ് പറയുക. ഞാനും ഒരു പക്ഷേ കോൺഗ്രസിൽ നിന്ന് ആരെങ്കിലും പോയാൽ കോൺഗ്രസ് പക്ഷമുള്ള ഒരു പത്രപ്രവർത്തകൻ എന്ന നിലയ്ക്ക് ഞാനും അങ്ങനെ പറഞ്ഞിരിക്കും. പക്ഷേ പാലക്കാട് നഗരസഭയിലെത്തി ഇപ്പോഴത്തെ കൗൺസിലർമാരെന്തായാലും BJP-ക്കാരാണല്ലോ, അവർ കളകളല്ലല്ലോ. അവിടെയല്ലേ പ്രശ്നമായത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കളകൾ പ്രശ്നം ഉണ്ടാക്കുകയാണെങ്കിൽ കളകളെ പെട്ടെന്ന് തന്നെ പുറത്താക്കണം, നുള്ളിക്കളയണം. അതെന്താ അവർ ചെയ്യാത്തത്? ഇപ്പോൾ 3-4 ഇപ്പോൾ ഇന്നൊരു ദിവസം കഴിഞ്ഞു, ചർച്ചകൾ നടക്കുന്നു, എന്നിട്ടൊന്നും സംഭവിച്ചില്ലല്ലോ. അപ്പോൾ അതിൻ്റെ കാരണം എന്തായിരിക്കും? അപ്പോൾ വിഷയം എന്താണെന്ന് വെച്ചാൽ, പൊതുവേ നമ്മൾ നോക്കുമ്പോൾ പാലക്കാട്ട് BJP പൊക്കിക്കൊണ്ടുവന്ന അവരുടെ കോട്ടയെന്നൊക്കെ പറഞ്ഞ വിശേഷണം വെറുതെ ആയിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ BJP-യുടെ നല്ല കാലം മൊത്തത്തിൽ ദേശീയ തലത്തിൽ ഇടിഞ്ഞിരിക്കുകയാണല്ലോ. പോയിന്ന് ഞാൻ പറയില്ല, ഇടിഞ്ഞിരിക്കുകയാണ്. 14 തൊട്ട് 19 വരെ, 19 തൊട്ട് 24 വരെ. അതിന് ശേഷമുള്ള ഇപ്പോൾ ഒരു കൂട്ടുകക്ഷി ഗവൺമെൻറ്റായിട്ടാണ് ഭരിക്കുന്നത്. ഒറ്റയ്ക്കും നരേന്ദ്രമോദിയുടെ ഭരണമല്ല. അപ്പോൾ അതിൻ്റേതായൊരു ദോഷം എല്ലാ സംസ്ഥാനങ്ങളിലൊക്കെ ബാധിച്ചിട്ടുണ്ട്. കേരളത്തിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ ജില്ലാ തലങ്ങളിലും പ്രാദേശിക തലങ്ങളിലും BJP-യിൽ അസ്വാരസ്യം ഉണ്ടാകുന്നതെന്ന് ചോദിച്ചാൽ, അത് അവരുടെ നേതൃതലത്തിലുള്ള ചിലരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി പാർട്ടിയെ ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ള ആക്ഷേപം കൊണ്ടായിരിക്കാം. അതിൽ മാത്രമല്ല, സന്ദീപ് വാര്യർ എന്തുകൊണ്ടാണ് പാലക്കാട്ടുനിന്ന് പുറത്തേക്ക് പോയത്? നോക്കൂ മാധു, എന്തൊക്കെ പറഞ്ഞാലും ശരി, കേരളത്തിലെ BJP-യുടെ ഒരു ഗ്ലാമർ യൂത്ത് ഫേസ് ആയിരുന്നല്ലോ സന്ദീപ് വാര്യർ. അത് സംശയമില്ലാത്ത കാര്യമാണല്ലോ. ഈ ഗ്ലാമർ യൂത്ത് എന്ന് രാഷ്ട്രീയത്തിൽ പറയുമ്പോൾ ഭംഗി എന്നല്ല അതിൻ്റെ അർത്ഥം. സംഘടനാ കോൺഗ്രസും പിളർന്ന കാലത്ത് സംഘടനാ കോൺഗ്രസ്സിൽ ഉണ്ടായിരുന്ന ബീഹാറിലെ താരകേശ്വരി സിൻഹ ഗ്ലാമർ ഗേൾ ഇൻ ഇന്ത്യൻ പോളിറ്റിക്സ് എന്നാണ് പറഞ്ഞിരുന്നത്. ഗ്ലാമർ ഗേൾ എന്ന് വെച്ചാൽ എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ അതൊരു വിശേഷണമാണ് രാഷ്ട്രീയത്തിൽ. അങ്ങനെ കേരളത്തിലെ സന്ദീപ് വാര്യർ BJP-യുടെ ഒരു ഗ്ലാമർ യൂത്തായിരുന്നു. അദ്ദേഹം പാർട്ടിയിൽ നിന്ന് പുറത്തു പോകുമ്പോൾ
അത് എന്തുകൊണ്ട് അദ്ദേഹം പോയി എന്നെങ്കിലും അല്ലേ ഇവർ അന്വേഷിക്കേണ്ടത്? അത് പാലക്കാട്ടെ നേതാവാണ് പോയത്, സംസ്ഥാനാടിസ്ഥാനത്തിൽ അവരുടെ സംസ്ഥാന സമിതി അംഗമാണ്, അവരുടെ യുവമോർച്ച നേതാവാണ്, ചാനൽ ചർച്ചകളിൽ അവരുടെ ഔദ്യോഗിക വക്താവുമാണ് പോയത്. അപ്പോൾ അവരെ അന്വേഷിക്കണമായിരുന്നു. എന്തുകൊണ്ട് പാലക്കാട്ടുള്ള ഈ നേതാവ് പോയി? അതവർ അന്വേഷിച്ചില്ല. പകരം BJP-യുടെ നേതാവല്ല പറയുന്നത് സഹയാത്രികൻ. ഇപ്പോഴും പ്രശാന്തിന്റെ അടക്കമുള്ള പേരുകൾ വരുമ്പോൾ അതിൽ കൃത്യമായി ഇപ്പോഴും ഒരു സേ കൃഷ്ണകുമാറിനുണ്ട് എന്നത് വ്യക്തമാവുകയുമാണ്. ശ്രീ സന്ദീപ് വാര്യർ, എന്താണ് പാലക്കാട്ട് BJP-യിൽ സംഭവിക്കുന്നത് എന്നാണ് അങ്ങ് മനസ്സിലാക്കുന്നത്? അതിൽ അങ്ങയുടെ ഇടപെടൽ എത്രത്തോളമുണ്ട്? മാധു, ഞാൻ BJP വിട്ടുപോരുന്ന സമയത്ത് ഞാൻ ഉന്നയിച്ചിട്ടുള്ള ആക്ഷേപങ്ങൾ അത് പൂർണ്ണമായും ശരിയാണ് എന്ന് ആവർത്തിച്ച് ബോധിപ്പിക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ പാലക്കാട്ട് നിന്ന് പുറത്തു വരുന്ന വാർത്തകൾ. ഞാൻ അന്ന് പറഞ്ഞ കാര്യങ്ങൾ അറിയാം. BJP ഒരു ജനാധിപത്യ വിരുദ്ധ പാർട്ടിയാണ്. ജനാധിപത്യ വിരുദ്ധമായി പെരുമാറുന്ന ഒരു എക്കോസിസ്റ്റം, ഏകാധിപതികളുടെ ഒരു എക്കോസിസ്റ്റമാണ് അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. വിദ്വേഷത്തിൻ്റെ ഫാക്ടറിയാണത്. അതിനകത്ത് നിന്ന് തന്നെ ആന്തരികമായിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന വിദ്വേഷം പരസ്പരം അതിനകത്ത് തന്നെ പടവെട്ടി തീർക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നൊക്കെ ഞാനന്ന് പറഞ്ഞിരുന്നു. അന്ന് പലർക്കും എന്നോട് വലിയ ദേഷ്യമായിരുന്നു. ഞാൻ അങ്ങനെ പറയാൻ പാടുണ്ടോ എന്നുള്ളതൊക്കെ പലർക്കും തോന്നിയിരുന്നു. അതിനകത്തുള്ള പഴയകാല സുഹൃത്തുക്കൾക്കൊക്കെ അങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് അവരിൽ പലർക്കും തിരിച്ചറിവുണ്ടായിരിക്കുന്നു. ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് BJP-യുടെ പ്രവർത്തകർ, നേതാക്കൾ, സംസ്ഥാന തലത്തിൽ തന്നെയുള്ള ആളുകൾ പലരും ഫോൺ ചെയ്തിട്ടൊക്കെ പറയുന്നത് നിങ്ങൾ ഉന്നയിച്ചിട്ടുള്ള വിഷയങ്ങൾ പൂർണ്ണമായിട്ടും ശരിയാണെന്ന് ഞങ്ങൾക്ക് ബോധ്യമുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ പറഞ്ഞത് ശരിയായിരുന്നു, ശരിയാണ് എന്നവർക്ക് ബോധ്യമുണ്ട്. പലതും ജീവിത സാഹചര്യങ്ങൾ കൊണ്ടോ അവർ ജീവിക്കുന്ന ടെറൈനിൻ്റെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ കൊണ്ടോ പുറത്തു പോരാൻ കഴിയാത്തതോ ആയിട്ടുള്ള സാഹചര്യങ്ങളാണത്. ഇപ്പം എന്നെ പോലെ പുറത്തിറങ്ങി വന്ന് പടവെട്ടാനുള്ള ഒരു സാഹചര്യം എല്ലാവർക്കും ഇല്ലാത്തത് കൊണ്ടായിരിക്കാം. എനിക്ക് സധൈര്യം പുറത്തിറങ്ങി വരാൻ സാധിക്കുന്നത് എനിക്ക് വേറെ ബാഗേജുകളൊന്നുമില്ല. എനിക്ക് നല്ല ആത്മധൈര്യമുണ്ട്. ഇവർക്കെതിരെ പോരാടാൻ സാധിക്കുമെന്നുള്ള ധൈര്യമുള്ളത് കൊണ്ടും തുറന്ന് പറയാൻ സാധിക്കും എന്ന ബോധ്യമുള്ളത് കൊണ്ടും അത് കേരളത്തിലെ ജനങ്ങളെ കൺവിൻസ് ചെയ്യാൻ സാധിക്കുമെന്ന ഉറച്ച ബോധ്യമുള്ളത് കൊണ്ടാണ് ഞാൻ ഇറങ്ങി പോന്നിട്ടുള്ളത്. പക്ഷേ ഇവിടെ പാലക്കാട്ടെ പ്രശ്നം എന്താ? പാലക്കാട്ട് കുറേ കാലമായിട്ട് പാലക്കാട്ടെ BJP എന്ന് പറയുന്നത് ഒരു പ്രത്യേക ചില ആളുകളുടെ മാത്രം കൈവശം ഇരിക്കുന്ന ഒരു കുത്തക സംവിധാനമായി മാറിയിരിക്കുന്നു എന്നുള്ളത് വ്യക്തമാണ്. അത് ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ സമയത്ത് ഞാൻ മാത്രമല്ലല്ലോ പറഞ്ഞത്. അവിടുത്തെ ചെയർപേഴ്സൺ ഉൾപ്പെടെ, അതല്ലെങ്കിൽ ദേശീയ കൗൺസിൽ അംഗം ഉൾപ്പെടെയുള്ള വളരെ സീനിയർ ആയിട്ടുള്ള ലീഡർഷിപ്പിലെ പല ആളുകളും അന്നത്തെ സ്ഥാനാർത്ഥി നിർണയം തെറ്റായിരുന്നു എന്ന് പറഞ്ഞില്ലേ? ആ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധം അവിടെ ഉണ്ടായില്ലേ? ഇന്നിപ്പോ ഒരു പ്രത്യേക യോഗം ചേരുന്നുണ്ട്. ഈ യോഗം ചേരുന്ന ആളുകളും ഒക്കെ ആയിട്ട് സന്ദീപ് വാര്യർ ഒരു ചർച്ച നടത്തുന്നു എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ടല്ലോ. അങ്ങനെ ഉണ്ടാകുന്നുണ്ടോ? എന്താണ് അവരുടെ മനസ്സിലിരിപ്പ്? നാളെ ഇതൊക്കെ പറഞ്ഞ് കോംപ്രമൈസ് ആകും എന്നൊരു സാഹചര്യമുണ്ടോ? മാധു, ഈ BJP-യിലെ നിരവധി നേതാക്കൾ ഞാനുമായി വളരെ അടുത്ത സുഹൃത്ത് ബന്ധമുള്ള ആളുകളാണ്. നേരത്തെ എൻ്റെ സഹപ്രവർത്തകരായിരുന്നു. അവരുമായിട്ട് എല്ലാ കാലത്തും എനിക്ക് കമ്മ്യൂണിക്കേഷൻ ഉള്ളതാണ്. അത് വളരെ ആത്മബന്ധമുള്ള, അന്നത്തെ കാലത്തൊക്കെ വലിയ ആത്മബന്ധമുള്ള ഒരുപാട് ആളുകൾ BJP-ക്ക് അകത്തുണ്ട്. അവരവരുടെ വിഷമങ്ങൾ പലപ്പോഴും വിളിച്ചു പറയുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. ഇന്നലെയും ഇന്നും ഒക്കെ സംസാരിച്ചിട്ടുണ്ട്. അതിനെ നിങ്ങൾ ഒരു ഔദ്യോഗികമായിട്ടുള്ള ചർച്ച എന്നൊന്നും വിശേഷിപ്പിക്കേണ്ട. ഞാൻ തീർച്ചയായിട്ടും നോക്കൂ, അവിടെ നിലപാട് പ്രഖ്യാപിക്കേണ്ടത് അവരാണ്. സ്വാഭാവികമായിട്ടും അതിനകത്ത് നടക്കുന്ന ആഭ്യന്തര വിഷയങ്ങളിൽ അവരുടെ ഈ പ്രയാസം അനുഭവിക്കുന്നവർ, പ്രശ്നമുള്ളവർ, അവർ നിലപാട് പ്രഖ്യാപിക്കണം. ഒന്ന്, കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്ന ജനാധിപത്യ മതേതര ആശയ സംഹിതയോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും അവരുടെ നിലവിലിരിക്കുന്ന പ്രത്യയശാസ്ത്രം, അതായത് BJP മുന്നോട്ട് വയ്ക്കുന്ന വെറുപ്പിന്റെ പ്രത്യയശാസ്ത്രത്തെ ഉപേക്ഷിക്കുകയും ചെയ്യാൻ തയ്യാറാകുന്ന ആർക്കും തീർച്ചയായിട്ടും കോൺഗ്രസിലേക്ക് കടന്നു വരാൻ സാധിക്കുമെന്നാണ് എന്റെ വിശ്വാസം. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ ആ നിലപാട് അവരാണ് പ്രഖ്യാപിക്കുന്നത്. ശ്രീ സന്ദീപ് വാര്യർ, ഇത് ഈ പ്രത്യയശാസ്ത്ര പ്രശ്നം എന്നൊക്കെ വെള്ളപൂശാമെന്നതിനപ്പുറത്ത് ഇതിന്റെ താല്പര്യങ്ങൾ എന്ന് പറയുന്നത് അധികാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണല്ലോ. ഇപ്പൊ പ്രശാന്ത് ശിവൻ നേതൃത്വത്തിലേക്ക് വരുന്നു. 5 വർഷത്തിൽ താഴെ മാത്രം പരിചയമുള്ള ഒരു യുവാവാണ്. അതിന് കീഴിൽ നിൽക്കാൻ കഴിയില്ല എന്ന നിലപാട് കൊണ്ടല്ലേ ഇപ്പൊ ഈ പറയുന്ന പൊട്ടിത്തെറിയൊക്കെ ഉണ്ടാകുന്നത്? അത് ജനാധിപത്യ മൂല്യങ്ങളുള്ളവർക്ക് സാധ്യമാകുന്ന ഒന്നാണോ? അല്ല, ജനാധിപത്യ വിരുദ്ധമായിട്ടാണ് നിങ്ങൾ ഈ പറയുന്ന പേരുകാരനെ ജില്ലാ പ്രസിഡന്റ് ആക്കിയത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഒരു പാർട്ടിയിൽ, ജനാധിപത്യ പാർട്ടിയിൽ ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ. തെരഞ്ഞെടുപ്പ് എന്നൊക്കെ പറയുന്നു, പക്ഷെ തെരഞ്ഞെടുപ്പില്ല, അവിടെ ഒരു പ്രോസസ്സ് നടന്നിട്ടുണ്ട്. ആ പ്രോസസ്സ് എന്തായിരുന്നു? ആ പ്രോസസ്സിന്റെ ഭാഗമായിട്ട് അവിടെ ജില്ലയിലുള്ള നേതാക്കളിൽ നിന്ന് അഭിപ്രായ രൂപീകരണം നടത്തി. അതിൽ ഏറ്റവും അധികം പിന്തുണ ലഭിച്ച 3 ആളുകളെയും
ജില്ലാ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കാതെ അവിടെ ഏറ്റവും കുറഞ്ഞ പിന്തുണ മാത്രം കിട്ടിയിട്ടുള്ള, മാത്രമല്ല BJP മുന്നോട്ട് വയ്ക്കുന്ന ഒരു മാനദണ്ഡമല്ലോ ഒരു തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി നിൽക്കുമ്പോൾ, ഇപ്പോൾ നമ്മളെ നാട്ടിൽ സ്ഥാനാർത്ഥിയായി നിൽക്കണമെങ്കിൽ ഒരു പ്രായപരിധിയുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വോട്ട് ചെയ്യണമെങ്കിൽ ഒരു പ്രായപരിധിയുണ്ട്. അതുപോലെ BJP എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് അകത്ത് അതുമായി ബന്ധപ്പെട്ട ചില മാനദണ്ഡങ്ങളുണ്ട്. അത് രാജ്യത്ത് മുഴുവനുള്ള മാനദണ്ഡമാണ്. ആ മാനദണ്ഡത്തെ അട്ടിമറിച്ചു എന്നുള്ള വളരെ കൃത്യമായിട്ടുള്ള ഒരു ആക്ഷേപമാണ് ഇപ്പോൾ ഈ പ്രശ്നം അല്ലെങ്കിൽ ഉന്നയിച്ചിട്ടുള്ള ആളുകൾ. ഇപ്പോൾ അവിടെ സീനിയർ നേതാക്കൾ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് കീഴിൽ നിൽക്കുക എന്നുള്ളതല്ല, മറിച്ച് പ്രശാന്ത് ശിവൻ ഈ പറയുന്നത് പോലെ ആലത്തൂർ സ്ഥാനാർത്ഥിയായിട്ടുണ്ട്, യുവമോർച്ചയുടെ അധ്യക്ഷനാണ്, അങ്ങനെ പല കാര്യങ്ങളുണ്ട്, പാലക്കാട് ജില്ലാ അധ്യക്ഷനാണ്, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. പക്ഷെ അതിനപ്പുറത്ത് ജില്ലാ പ്രസിഡന്റായി കൊണ്ടുവരാൻ ഈ പറയുന്ന മാനദണ്ഡങ്ങളൊക്കെ അങ്ങ് പറയുന്നത് പോലെ അട്ടിമറിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് താല്പര്യം? ആരുടേതാണ് താല്പര്യം? അല്ല, അത് സ്വാഭാവികമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കൃഷ്ണകുമാർ എന്ന് പറയുന്ന പാലക്കാട് നിന്നുള്ള സംസ്ഥാന ജനറൽ സെക്രട്ടറിയും K. സുരേന്ദ്രനും അടങ്ങുന്ന ഒരു വലിയ മാഫിയ സംഘം കേരളത്തിലെ BJP നേതൃത്വത്തിലുണ്ട്. അവരുടെ താല്പര്യമാണ് വിവിധ ജില്ലകളിൽ. അത് ഇവിടെ മാത്രമല്ല, ഇപ്പോൾ തൃശ്ശൂരിൽ നമ്മുടെയൊക്കെ ചർച്ചയ്ക്ക് വരുന്ന, എൻ്റെ നേരത്തെ സഹപ്രവർത്തകനായിരുന്ന നിങ്ങളുടെ മാധ്യമ ചർച്ചകളിലൊക്കെ വരുന്ന അഡ്വക്കേറ്റ് B. ഗോപാലകൃഷ്ണൻ നേരെ തൃശ്ശൂരിലെ ജില്ലാ കമ്മിറ്റി ആഫീസിനകത്ത് മർദ്ദിക്കാനുള്ള ശ്രമം ഉണ്ടായി എന്നാണല്ലോ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത്. കസേര എടുത്ത് അദ്ദേഹത്തിനെ അടിക്കാൻ പോയി എന്ന രീതിയിലൊക്കെ വാർത്തകൾ കണ്ടു. വളരെ ദൗർഭാഗ്യകരല്ലേ? ഗോപാലകൃഷ്ണൻ വളരെ സീനിയർ നേതാവാണ്. അദ്ദേഹത്തെ പോലും വളരെ ജൂനിയർ ആയിട്ടുള്ള ഒരു ജില്ലാ ജനറൽ സെക്രട്ടറി മർദ്ദിക്കാൻ പോയി എന്ന രീതിയിൽ മാധ്യമങ്ങളാണ് വാർത്തകൾ പുറത്തുവിട്ടത്. അപ്പോൾ അത്തരം വാർത്തകൾ പുറത്തു വരുന്നു. അപ്പോൾ ഇതൊക്കെ എന്താ സൂചിപ്പിക്കുന്നത്? ഇത് പാലക്കാട്ടെ മാത്രം പ്രശ്നമല്ല, ഇത് സുരേന്ദ്രന്റെ ഒരു കോക്കസ് ഉണ്ട് കേരളത്തിലുടനീളം. അവർ ആ പാർട്ടിയെ വരുതിയിലാക്കാൻ വേണ്ടിയിട്ട് അവർക്ക് വേണ്ടപ്പെട്ട ആളുകളെ പാർട്ടിയുടെ ചുമതലകളിലേക്ക് കൊണ്ടുവരുന്നു. അങ്ങനെ എല്ലാ മാനദണ്ഡങ്ങളെയും അട്ടിമറിച്ച് കാലങ്ങളായി ആ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള, ഒരുപാട് ത്യാഗങ്ങൾ അനുഭവിച്ചിട്ടുള്ള ആളുകളെയൊക്കെ മാറ്റി നിർത്തുന്ന സമയത്ത് അവർക്ക് വല്ലാത്ത വിഷമവും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവുന്നേ. അപ്പൊ സ്വാഭാവികമാണ്. ഇത് ജനാധിപത്യം എവിടെയും ഉണ്ടായില്ല എന്നുള്ളതാണ് പ്രശ്നം. ജനാധിപത്യം എവിടെയും അപ്ലൈ ചെയ്തിട്ടില്ല, മറിച്ച് ഏകാധിപത്യപരമായ രീതിയിൽ അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി ചില ആളുകളെ നിയമിക്കാനുള്ള സാഹചര്യം ഉണ്ടായപ്പോഴാണ് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ഞാനിപ്പോൾ കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗമാണ്. BJP നന്നാക്കൽ എൻ്റെ ചുമതലയൊന്നുമല്ല. BJP നന്നാവാനും പോകുന്നില്ല. ഒരു ചോറിലെടുത്ത് മാരാർജി ഭവന്റെ ചുറ്റും നടക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. നന്നാവാത്തൊരു പ്രസ്ഥാനമാണ്. അതുകൊണ്ട് അതിൽ നിന്ന് ആർക്കെങ്കിലും വിട്ടുപോരണമെങ്കിൽ എൻ്റെ പഴയകാല സുഹൃത്തുക്കൾ വിട്ടുപോരാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിലപാടൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ഞാൻ ആ നിലപാട് കൃത്യമായി പറഞ്ഞിട്ടാണ് പോകുന്നുള്ളത്. ആ നിലപാടുകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അവരുടെ നിലപാട് അവർ പരസ്യമായി പ്രഖ്യാപിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ സമയത്ത് നമുക്ക് അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യാവുന്നതാണ്. ശരി, ശ്രീ ഷാബു പ്രസാദ്, ഇപ്പോ BJPയുമായി ബന്ധപ്പെട്ട് ഈ അങ്ങ് നേരത്തെ പറഞ്ഞ, അങ്ങ് കളകൾ എന്ന് വിശേഷിപ്പിച്ച അല്ലെങ്കിൽ അത്തരത്തിലുള്ള അതൃപ്തിയുള്ള മനുഷ്യർ, അവർ തീർത്തും ജനാധിപത്യ വിരുദ്ധമായ ചില തെരഞ്ഞെടുപ്പുകൾ പാർട്ടിയുടെ അധികാര ശ്രേണിയിൽ ഉണ്ടാകുമ്പോൾ അതിനോട് കലഹിക്കുന്നു. ഇതാദ്യമല്ല. അപ്പോൾ അന്ന് സന്ദീപ് വാര്യരുടെ പ്രശ്നമുണ്ടായപ്പോൾ പറഞ്ഞത് അത് വ്യക്തിപരമായ താല്പര്യമാണ്, അധികാരത്തിന് വേണ്ടിയിട്ടാണ്, തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് പാർട്ടിയെ ഒറ്റിയതാണ് തുടങ്ങിയ കാര്യങ്ങളാണ്. പിന്നീട് പ്രമിള ശശിധരൻ അടക്കമുള്ള കാര്യങ്ങൾ ഉള്ള ആളുകൾ പരസ്യമായ മാധ്യമങ്ങളോട് പറഞ്ഞ സമയത്ത് C. കൃഷ്ണകുമാർ ഒരു ടെലിഫോൺ ഡയലിൽ മാതൃഭൂമി ന്യൂസിനോട് സംസാരിക്കുമ്പോൾ പറയാണ്, അവരുടെ രാഷ്ട്രീയമായ ഒരു അജ്ഞതയെ ചോദ്യം ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഉപയോഗിച്ചുകൊണ്ട് മാധ്യമങ്ങൾ വാർത്തയുണ്ടാക്കുന്നു എന്ന്. എങ്ങനെ? പന്തളത്തും പാലക്കാടുമാണ് ആകെയുള്ളത്. അവിടുത്തെ നഗരസഭയെ നയിക്കുന്ന ഒരു സ്ത്രീക്ക് ഈ പറയുന്ന രാഷ്ട്രീയ അജ്ഞത ഇവരുടെ അത്രയും ഇല്ല, ജ്ഞാനം ഇവരുടെ അത്രയും ഇല്ല എന്ന നിലയ്ക്കാണ് അതിനെ വിലയിരുത്തുന്നത്. ഇങ്ങനെ പാർട്ടിയിൽ നിന്ന് ഉയർന്നു വന്ന, കാലാകാലങ്ങളിൽ ഉയർന്നു വന്ന പല ശബ്ദങ്ങളെ വ്യക്തിപരമായി ആക്രമിച്ചോ അധിക്ഷേപിച്ചോ വിലയിടിച്ച് കണ്ടോ മുന്നോട്ട് പോകാൻ കഴിയും എന്ന ആത്മവിശ്വാസത്തിന് കോട്ടം തട്ടുന്നുണ്ടോ? BJPയെ സംബന്ധിച്ചിടത്തോളം ജില്ലാ പ്രസിഡന്റ് എന്ന് പറയുന്നത് വളരെ ക്രൂഷ്യലായിട്ടുള്ള, ആ ഹൈറാർക്കിയിലെ ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള ഒരു പോസ്റ്റാണ്. ഏറ്റവും ക്രൂഷ്യലാണ്. കാര്യം ഒരുപാട് തീരുമാനങ്ങൾ എടുക്കേണ്ട, ഒരുപാട് പവറുള്ള അങ്ങനെയുള്ള ഒരു പോസ്റ്റാണ്. അങ്ങനെയുള്ള ഒരു പോസ്റ്റിലേക്ക് അപ്പോയിന്റ്മെന്റ് നടത്തുമ്പോൾ, അങ്ങനെ ഒരു പോസ്റ്റിലേക്ക് ഒരു വ്യക്തിയെ നിയോഗിക്കുമ്പോൾ അത് സംസ്ഥാന നേതൃത്വം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ മാത്രം താല്പര്യത്തിന് വഴങ്ങി അങ്ങനെയല്ല അത് ചെയ്യുന്നത്. തീർച്ചയായിട്ടും പ്രസിഡന്റുമാരുടെ അല്ലെങ്കിൽ ആരൊക്കെ അതിൻ്റെ ലിസ്റ്റ്, കേന്ദ്ര നേതൃത്വം, അങ്ങനെ ഒരു വലിയ നെറ്റ്വർക്ക്, ഒരുപാട് ആൾക്കാർ ഇൻവോൾവ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനൊടുവിലാണ് ഈ ജില്ലാ പ്രസിഡന്റിനെയൊക്കെ തീരുമാനിക്കുന്നതും അവിടെ അവരെയൊക്കെ അപ്പോയിന്റ് ചെയ്യും. അത് ഇവിടുത്തെ ഒരു നേതാവിൻ്റെ അല്ലെങ്കിൽ കൃഷ്ണകുമാറിൻ്റെ അല്ലെങ്കിൽ സുരേന്ദ്രൻ്റെ, അതുമല്ല, സുരേന്ദ്രൻ്റെ കാലാവധി കഴിയുകയാണ്. സുരേന്ദ്രൻ ഈസ് ആൻ ഔട്ട് ഗോയിങ് പ്രസിഡന്റ്. അദ്ദേഹത്തിൻ്റെ കാലാവധി കഴിയുക. ഇനി അദ്ദേഹം ഇനി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തിരിച്ചു വരാൻ, സംസ്ഥാന പ്രസിഡന്റ് ആവാൻ സാധ്യതയില്ല. രണ്ട് ടേം കഴിയുകയും ചെയ്യും. ഇതൊക്കെയാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം.
അപ്പം പ്രശാന്ത് ശിവൻ വളരെ ഊർജ്ജസ്വലനായ, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, വളരെ ഊർജ്ജസ്വലനാണ് അദ്ദേഹം. നല്ല കമ്മിറ്റഡ് ആയിട്ടുള്ള നല്ല ഒരു പ്രവർത്തകനാണ്, നല്ല ഫ്യൂച്ചർ ഉള്ള ഒരാളാണ്. അപ്പോൾ ഒരു കാര്യമുണ്ട്, ഒരു പാർട്ടി ഒരാളെ ഉയർത്തിക്കൊണ്ട് വരുന്നത് അല്ലെങ്കിൽ അങ്ങനെ അവരെ കൊണ്ട് പ്രൊജക്റ്റ് ചെയ്യുന്നത് അവർക്ക് എത്ര പ്രായമുണ്ടെന്നോ എത്ര സീനിയോറിറ്റി ഉണ്ടെന്നോ മാത്രം നോക്കിക്കൊണ്ടല്ല. ഇപ്പൊ അങ്ങനെയാണെങ്കിൽ തേജസ്വി സൂര്യ 30 വയസ്സേ ഉള്ളൂ ആ പയ്യന്, 30 വയസ്സ്, 30-31 വയസ്സേ ഉള്ളൂ. അത് എന്തൊരു പെർഫോമൻസാണ് പാർലമെന്റിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സ്മൃതി ഇറാനി എത്ര പ്രായമുണ്ട് അവർക്ക്, ഏജ് എത്രയുണ്ട്, അവരെക്കാട്ടിൽ എത്രയോ സീനിയർ ആയിട്ടുള്ള അങ്ങനെയോ ഉള്ളവരാരുണ്ട്. ഇനിയിപ്പോ ഇവിടെ ഇരുന്ന് ഇത്രയും നേരം പ്രസംഗിച്ച സന്ദീപ് വാര്യർ, ഈ സന്ദീപ് വാര്യരെക്കാട്ടി സീനിയർ ആയിട്ടുള്ള എത്രയോ ആൾക്കാർ പാലക്കാടും ഈ സംസ്ഥാനത്തും ഉണ്ടായിരുന്നു. അതിനെ എല്ലാം മറികടന്നുകൊണ്ടല്ലേ, അല്ലെങ്കിൽ അതൊക്കെ ആ യാഥാർത്ഥ്യമൊക്കെ നിലനിൽക്കത്തന്നല്ലേ അദ്ദേഹം ഇവിടെ സംസ്ഥാന വക്താവായിട്ട് വരെ വന്നത്, ഈ ചാനലുകളിൽ മുഴുവനും BJPയുടെ മുഖമായിട്ടിരുന്നത് ആണല്ലോ. അപ്പം അങ്ങനെ ഈ ചാനലുകളിൽ മുഴുവനും BJPയുടെ മുഖമായിട്ടിരുന്നു എന്ന് പറയുമ്പോൾ അങ്ങ് തന്നെ ഈ ചർച്ചയുടെ തുടക്കത്തിൽ പറഞ്ഞു അങ്ങനെ ചാനൽ ചർച്ചകളിലൂടെ വളർന്നു വന്ന ഒരാളല്ല C കൃഷ്ണകുമാർ എന്ന്. സംസ്ഥാന അധ്യക്ഷൻ ഒളിഞ്ഞും തെളിഞ്ഞും പറഞ്ഞിട്ടുണ്ട്, C കൃഷ്ണകുമാർ ഒളിഞ്ഞും തെളിഞ്ഞും പറഞ്ഞിട്ടുണ്ട്. ഈ പറയുമ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നൽകിയപ്പോഴും അതൊരു മോശം കാര്യമാണ് എന്ന നിലയ്ക്കുള്ള അല്ലെങ്കിൽ രണ്ടാം തരമാണ് എന്ന നിലയ്ക്കുള്ള കുത്തലുകളും അതിന് പിന്നാലെ ഉണ്ടാകുന്നുണ്ടല്ലോ. അല്ല, ഒരിക്കലും ഞാൻ അങ്ങനെയല്ല, അങ്ങനെയുള്ളൊരു കുത്തലല്ല. അതിൽ കൂടെ മാത്രമാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, ഇപ്പൊ സോഷ്യൽ മീഡിയ, ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഇപ്പൊ സോഷ്യൽ മീഡിയ വളരെ വളരെ പ്രചാരത്തിലുള്ളതാണ്. ഈ സോഷ്യൽ മീഡിയയിലും ചാനലിലും മുഖം കാണിച്ച് മാത്രം അല്ലാതെ നിന്ന് ഞാൻ ഈ വലിയ സംഭവമാണ് എന്ന് എന്ന ആ ഒരു സ്വയം പ്രഖ്യാപനമായിട്ട് നടക്കുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. എന്നാൽ ഇതെല്ലാം ഒരേപോലെ ബാലൻസ് ചെയ്ത് പക്ഷെ പാലക്കാട് കൗൺസിലർമാരൊന്നും ഇങ്ങനെയല്ലല്ലോ. പാലക്കാട് ഇപ്പൊ പറയുന്ന സന്ധ്യവാരവുമായി ബന്ധപ്പെട്ട് ഈ വിമർശനങ്ങൾ ഉയർത്താം. പക്ഷെ പാലക്കാട്ടെ കൗൺസിലർമാർ ഇപ്പൊ ഈ 7 പേരും അല്ലെങ്കിൽ ഇനി ഈ വിയോജിപ്പ് പ്രകടിപ്പിക്കുമെന്ന് വിചാരിക്കുന്ന 9 പേരും ഒന്നും ഈ ഗണത്തിൽ നിങ്ങൾക്ക് പോലും ഉൾപ്പെടുത്താൻ കഴിയാത്ത ആളുകളാണ്. അതെ, ഞാൻ പറയുന്നത് കേൾക്കൂ. ഞാൻ പറഞ്ഞു പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പ്രശ്നങ്ങൾ കാര്യം ഇതൊരു ബഹുജന പാർട്ടിയാണ്. അതിൻ്റെ അകത്ത് പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടാവും, അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും വിരുദ്ധാഭിപ്രായങ്ങളും അങ്ങനെ വാക്ക് തർക്കങ്ങളും എല്ലാം ഉണ്ടാവും. ഇതല്ലെങ്കിൽ ഇതെല്ലാം റോബോട്ടുകളാണോ, ചിട്ടി റോബോട്ടുകളാണോ എല്ലാം ഒരേപോലെ ചിന്തിക്കാൻ? അല്ലല്ലോ, മനുഷ്യരല്ല. അപ്പം വ്യത്യസ്ത ചിന്താഗതികൾ ഉണ്ടാവും, അഭിപ്രായങ്ങൾ ഉണ്ടാവും. ചില ഘട്ടങ്ങളിൽ വ്യത്യസ്ത ചിന്താഗതികളെയും അഭിപ്രായങ്ങളെയും എങ്ങനെ വിലവെക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പൊ ഇങ്ങനെ ഒരു വിമർശനം ഉയർന്നു. ഇവരുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തുകയൊന്നുമല്ല, ഇത് കേന്ദ്രം തീരുമാനിച്ച പട്ടികയാണ് അല്ലെങ്കിൽ കേന്ദ്രം കണ്ടു ബോധിച്ച പട്ടികയാണ്, ഇതിലൊരു മാറ്റമില്ല എന്ന തരത്തിൽ ഉള്ള പ്രഖ്യാപനമല്ലേ വരുന്നത്? അല്ല, ഒരു കാര്യം, ഇതൊരു കേഡർ പ്രസ്ഥാനമാണ്. കേന്ദ്രം ആ രീതിയിലുള്ള ഒരു ഹൈറാർക്കിക്കൽ സിസ്റ്റം അംഗീകരിച്ച ആ ഒരു തീരുമാനത്തിനെ ഓവർകം ചെയ്യാനോ അല്ലെങ്കിൽ അതിനെ മാറ്റാനോ ഇപ്പൊ ഇവിടുത്തെ സംസ്ഥാന നേതൃത്വത്തിന് അല്ലെങ്കിൽ ഇവിടെ ഉണ്ടായ കുറച്ച് അഭിപ്രായ വ്യത്യാസങ്ങളുടെ പേരിൽ കഴിയില്ല എന്നുള്ളത് തുറന്നു പറയുകയാണ് ചെയ്തത്. അതിനിപ്പം ഈ പറഞ്ഞ പോലെ അവിടെയുള്ള വിരുദ്ധാഭിപ്രായങ്ങൾ ഉയർത്തിയവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അവരെ ബോധ്യപ്പെടുത്താൻ കഴിയുമെങ്കിൽ ബോധ്യപ്പെടുത്തുക, ഇല്ലെങ്കിൽ ബാക്കിയുള്ള എന്താന്ന് വെച്ചാൽ നോക്കുക, അത്രേ ഉള്ളൂ. ഇനി ഒരു കാര്യം കൂടെ, ഒറ്റ കാര്യം കൂടെ ഞാൻ ഒറ്റ കാര്യം കൂടെ. ഇനി എന്തായാലും അദ്ദേഹം സന്ദീപ് വാര്യർ പറഞ്ഞില്ല, BJP വെറുപ്പിന്റെ പ്രത്യയശാസ്ത്രത്തിൽ നിന്ന് അദ്ദേഹം ആദർശം അങ്ങ് ആകാശം മുട്ടിയപ്പോൾ ഇത് വെറുപ്പിന്റെ പ്രത്യയശാസ്ത്രത്തിൽ കിടന്ന് വീർപ്പ് മുട്ടി ശ്വാസം മുട്ടി അദ്ദേഹം സഹിക്കാൻ വയ്യാതെ പുറത്തു ചാടി എന്നാണല്ലോ അദ്ദേഹം ഈ പറയുന്നത്. അപ്പൊ ഈ 8-10 വർഷം അദ്ദേഹം ഈ കേരളത്തിനോടും ഈ മാധ്യമങ്ങളോടും മുഴുവനും പച്ചക്കള്ളമായിരുന്നോ ഈ നവംബർ 12-ാം തീയതി വരെ പറഞ്ഞിരുന്നത്? താൻ കാണിച്ചത് ഏറ്റവും വലിയ കാപട്യമായിരുന്നു, താൻ കാണിച്ചത് കള്ളത്തരമായിരുന്നു എന്നുകൂടിയാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നത്. ആ പാലക്കാട്ടെ കൺവെൻഷനിൽ ഒരു കസേര കിട്ടിയിരുന്നെങ്കിൽ അദ്ദേഹത്തിന് ഇപ്പോഴും BJP ദേശീയ പാർട്ടിയും RSS ലോകത്തിലെ ഏറ്റവും വലിയ സംഘടനയും ഒക്കെ ആകുമായിരുന്നു. അദ്ദേഹം കുറെ കാലം പാലക്കാട് സീറ്റിന് വേണ്ടി ഡൽഹിയിലൊക്കെ പോയി കുറെ ലോബിയിങ് നടത്തിയത് പലർക്കും അറിയാം. അത് വിജയിച്ചിരുന്നുവെങ്കിൽ അദ്ദേഹം ഇപ്പോഴും BJPയിൽ ഉണ്ടാകുമായിരുന്നു. അദ്ദേഹം BJPയെ ഇങ്ങനെ വാനോളം പുകഴ്ത്തിക്കൊണ്ട് ഇതേപോലെ ചാനൽ ചർച്ചകളിൽ സജീവമായി തന്നെ നിൽക്കുകയും ചെയ്യും. ഓക്കെ, ശ്രീകുമാർ, ഇപ്പോ പാലക്കാട് മറ്റുള്ള ഇടങ്ങളിൽ ഉള്ളതുപോലെ അല്ല BJPയുടെ അടിത്തറ എന്ന് പറയുന്നത്. RSS കൂടി പണിയെടുത്തുണ്ടാക്കിയ ഒരു മണ്ണാണ്. ഞാൻ വരാം ശ്രീ സന്ദീപ്, എനിക്കറിയാം അങ്ങേക്ക് ഡയറക്റ്റായി മറുപടി പറയേണ്ടതുണ്ട്, എന്നിരുന്നാലും നമുക്കൊരു ഓർഡർ ഉണ്ടല്ലോ, ഞാൻ വരാം. അപ്പോൾ അങ്ങനെ RSS കൂടി പണിയെടുത്തുണ്ടാക്കിയ BJPക്ക് അനുകൂലമായി വോട്ട് ചെയ്യാൻ മനസ്സുള്ള ഒരു വലിയ വിഭാഗത്തെ ഉണ്ടാക്കിയെടുത്ത മണ്ണ് തന്നെയാണ് എന്നതിൽ സംശയമൊന്നുമില്ല. അവിടെ BJPയിൽ നിന്ന് കോൺഗ്രസ് ആധികാരികമായൊരു വിജയം സ്വന്തമാക്കുകയും ചെയ്തു എന്നത് യാഥാർത്ഥ്യവുമാണ്. പക്ഷേ ഈ പറയുന്ന തദ്ദേശം എന്ന് പറയുന്നത് BJPയുടെ ഒരു ശക്തി കേന്ദ്രമാണ്. അവർക്കവിടെ വലിയ തോതിൽ മാറ്റമുണ്ടാക്കാൻ സാധിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പ് വരികയാണ്. ഈ വെല്ലുവിളികളെ വെച്ചുകൊണ്ട്
ഈ പറയുന്ന ശിഥിലമായ സംഘടനാ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ഇറങ്ങിപ്പോകാൻ വെമ്പി നിൽക്കുന്ന കൗൺസിലർമാരെ ഉപയോഗിച്ചുകൊണ്ട് ഈ പോരാട്ടം അവർക്ക് എളുപ്പമായിരിക്കുമോ? അത് അതായത് പാലക്കാട്ടെ ഞാൻ പറഞ്ഞല്ലോ, പാലക്കാട്ടും പന്തളവും തമ്മിൽ ഞാനിവിടെ താരതമ്യം ചെയ്യില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ പാലക്കാട്ട് BJPയുടെ വളക്കൂറുള്ള മണ്ണാണെന്നുള്ളത് അവർ പറഞ്ഞത് മാത്രമല്ല, ശ്രീ O രാജഗോപാലിനെ പോലുള്ളവരൊക്കെ അവിടുന്ന് വന്ന നേതാക്കളാണെന്ന് അറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് അവിടെ ഇപ്പോൾ ഞാൻ പറയുന്നത് ഇപ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. വർത്തമാനകാല BJPയിൽ പാലക്കാട് സംഭവിച്ചത് എന്താണ്? അവർക്ക് എന്തുകൊണ്ടാണ് നേതൃത്വത്തിനെതിരെ പോരാടാൻ തോന്നിയത്? കൗൺസിലർമാരെ എന്നുള്ളത് ഞാൻ എടുത്തു പറയാൻ കാരണം എന്ന് വെച്ചാൽ അവർക്ക് സ്ഥാനമുള്ളത് കൊണ്ടാണ്. ആ കൗൺസിലർമാർക്കൊപ്പം നിൽക്കുന്ന പ്രവർത്തകരുണ്ടല്ലോ, ആ പ്രവർത്തകർക്ക് ഇതേ മനോവികാരം ഉണ്ടാവും. അല്ലാണ്ട് 6-7 കൗൺസിലർമാരല്ലല്ലോ ഇപ്പോഴത്തെ സംഘടനാ സംവിധാനത്തിൽ BJP വരുത്തിയ മാറ്റത്തെ എതിർപ്പ് പറയുന്നത്. അവർക്കൊപ്പം നിൽക്കുന്ന വേറെ പ്രവർത്തകരുണ്ട്. ഈ സന്ദീപ് വാര്യരുടെ ഒപ്പം ഉണ്ടായിരുന്ന സുഹൃത്തുക്കളുണ്ട്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഒരുപാട് പേരുണ്ട്, നിസ്സാരമല്ല. ഈ എല്ലാ വിമർശനം നടത്തുന്ന എല്ലാവരെയും കളകളാണെന്ന് നമുക്ക് ആക്ഷേപിക്കാൻ പറ്റുമോ? അവിടെ കോൺഗ്രസ് നോക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, കോൺഗ്രസിൻ്റെ ഒരു തീരുമാനമുണ്ട്. എന്താണ്? ഒരു ഭരണത്തെയും കോൺഗ്രസ് അട്ടിമറിക്കില്ല. പാലക്കാട് നഗരസഭയിൽ ഈ 7 കൗൺസിലർമാരെ ഇങ്ങോട്ട് കൊണ്ടുവന്ന നഗരസഭാ ഭരണമൊന്നും കോൺഗ്രസ് അട്ടിമറിക്കില്ല. ഒന്നാമത്തെ കാര്യം, നഗരസഭാ ഭരണത്തിനെതിരെ നഗരവാസികൾക്ക് മുഴുവൻ അമർഷമുള്ളതാണെന്നുള്ള ഒരു കാര്യം. പിന്നെ രണ്ടാമത്തെ കാര്യം, അട്ടിമറിക്കുന്ന പരിപാടി കോൺഗ്രസിനില്ല. ആ കൗൺസിലർമാർ നേരത്തെ സന്ദീപ് പറഞ്ഞ പോലെ അവിടെ നിലപാടുകൾ വ്യക്തമാക്കണം. എന്താണ് നിലപാടെന്ന് പറയുന്നത്? BJPയും കോൺഗ്രസും രണ്ടറ്റത്ത് നിൽക്കുന്ന പാർട്ടിയാണ്. മതേതര പ്രസ്ഥാനമാണ് കോൺഗ്രസ്. മതേതര പ്രസ്ഥാനമാണോ BJP എന്ന് ചോദിച്ചാൽ അവർക്ക് അവരുടേതായ ചില ഹിന്ദുത്വ രാഷ്ട്രീയമൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് സന്ദീപ് വാര്യർ പണ്ട് പറഞ്ഞിട്ട് ഇറങ്ങി വന്ന എന്താണ്? 3 കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു. 1, സ്നേഹത്തിൻ്റെ കടയിൽ ഞാൻ പോകാൻ ഉദ്ദേശിക്കുന്നു. 2, രാഹുൽ ഗാന്ധിയുടെ ആ തീരുമാനങ്ങൾ ഞാൻ അംഗീകരിക്കുന്നു. ഇങ്ങനെയൊക്കെ പറഞ്ഞ ഭരണഘടനാപരമായ ഒരു സംവിധാനത്തെ ആദരിക്കുന്നു. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അതാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത്. അങ്ങനത്തെ ഒരു രാഷ്ട്രീയ പാലക്കാട് വരുമ്പോൾ ഈ അവിടെയുള്ള 6-7 കൗൺസിലർമാരെ മാത്രം മുന്നിട്ട് നമുക്ക് ചർച്ച നടത്താൻ പറ്റില്ല. ആ കൗൺസിലർമാർ അവരുടെ വികാരം പ്രകടിപ്പിച്ചത് ഇപ്പോഴല്ലല്ലോ. പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് അവിടുത്തെ നഗരസഭയിലെ പ്രശ്നങ്ങൾ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടാണെന്ന് നഗരസഭയിലുള്ള BJPയുടെ കൗൺസിലർമാരും BJPയുടെ ദേശീയ കൗൺസിലിലെ ഒരു അംഗത്തിൻ്റെയും ചില അഭിപ്രായങ്ങൾ നമ്മൾ കേട്ടതാണല്ലോ. അപ്പോൾ എന്തുകൊണ്ടാണ് അന്നങ്ങനെ വരാൻ കാരണം എന്താണ്? പക്ഷേ അങ്ങനെയൊക്കെ സംഭവിക്കുമ്പോഴും അതൊന്നുമല്ല കോൺഗ്രസിൻ്റെ വിഷയം. അതൊന്നുമല്ല. മറ്റേ മതേതര പ്രസ്ഥാനത്തിലേക്ക് ആര് വരികയാണെങ്കിലും അത് കോൺഗ്രസ് സ്വാഗതം ചെയ്യും. പക്ഷേ അത് നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് വേണം വരാൻ. ഇവിടെ ഒരു ഭരണമല്ല പ്രശ്നം, പാലക്കാട്ടെ നഗരസഭാ ഭരണമല്ല ഇപ്പോൾ കോൺഗ്രസിൻ്റെ പ്രശ്നം. അത് ഈ കൗൺസിലർമാർ നാളെ എടുത്ത തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നീട് കോൺഗ്രസ് നേതൃത്വം എന്തെങ്കിലുമൊക്കെ തീരുമാനിക്കും, അത് വരും. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടെ കോൺഗ്രസിന് പോലും ചില നേതാക്കൾക്ക് ആ കഴിഞ്ഞ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് ചില വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. ഉദാഹരണം ഞാൻ പറയാം. ഇപ്പോൾ സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് വന്നപ്പോൾ ആ വോട്ടെടുപ്പ് കഴിഞ്ഞിട്ട് എന്താ പറഞ്ഞത്? 2 പ്രമുഖ നേതാക്കൾ എന്താ പറഞ്ഞത്? ഇപ്പോൾ കോൺഗ്രസിലേക്ക് എടുക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല എന്ന്. പക്ഷേ എന്താണ് ഗുണമുണ്ടായതെന്താണ്? 3000-ൽ നിന്ന് 18,000-ആയി. ഈ 18,000 വോട്ടുകൾ കൂടിയത് എന്തായാലും സന്ദീപ് വാര്യർ വന്നതുകൊണ്ടാണോ അല്ലയോ എന്നുള്ളതല്ല ഞാൻ പറഞ്ഞത്. ആ 18,000 വോട്ടുകൾ കൂടിയോ BJPയിൽ നിന്നൊരു പ്രമുഖ നേതാവ് വന്നപ്പോൾ? അപ്പോൾ കോൺഗ്രസ് അവിടുത്തെ തീരുമാനം ശരിയായിരുന്നു, സന്ദീപ് വാര്യരെ സ്വീകരിച്ച് ശരിയായിരുന്നു. അപ്പം മതേതര പ്രസ്ഥാനത്തിനവിടെ കൂടുതൽ വളർന്നു. 3000-ൽ നിന്നും 15,000-ൽ ഏതാണ്ട് ഒരു 6,000-7,000 BJP പ്രവർത്തകരുടെ വോട്ട് കോൺഗ്രസിന് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് മതേതര പ്രസ്ഥാനത്തിലുള്ള ശക്തിയല്ലേ? അതുപോലെ പാലക്കാട്ടെ നഗരസഭയിലെ വിവിധ കൗൺസിലർമാരുടെ വാർഡുകളിലെ ജനങ്ങൾ, പ്രവർത്തകർ, അവരുടെ അനുഭാവികൾ, അവർക്ക് കോൺഗ്രസിനോട് താല്പര്യം വരികയാണെങ്കിൽ കോൺഗ്രസ് അത് തീർച്ചയായിട്ടും അംഗീകരിക്കും. അത് നമ്മൾ സാധാരണ പറയാറുണ്ട്. നേരത്തെ അത് ചോദിച്ചു, പക്ഷേ അപ്പോഴും ഉത്തരത്തിന് മുമ്പ് പോയി. മുതലെടുപ്പ് രാഷ്ട്രീയം എന്ന് പറയും. മുതലെടുപ്പ് അവിടെ കോൺഗ്രസ് ഉദ്ദേശിക്കുന്നുണ്ടാവില്ല. എന്താണ് ഉദ്ദേശിക്കാത്തത്? ആ കൗൺസിലർമാരെ ഇങ്ങോട്ട് വിളിച്ചു കൊണ്ടുവന്നിട്ട് ഒരു പ്രയോജനം ഇപ്പോൾ കോൺഗ്രസിന് കിട്ടുമെന്ന് തോന്നുന്നില്ല. കാരണം അത്രയും ആ ഭരണത്തോട് അത്രയും താല്പര്യം ജനങ്ങൾക്കില്ല. അപ്പോൾ അതുകൊണ്ട് എന്തായാലും 5-6 മാസം കഴിഞ്ഞ് ഇലക്ഷൻ വരാൻ പോവല്ലേ. അപ്പോൾ ജനങ്ങൾ തീരുമാനിക്കട്ടെ. പാലക്കാട്ട് BJPയുടെ നേതൃത്വം അവരുടെ അണികളോടും പ്രവർത്തകരോടും കാണിക്കുന്ന നീതികേട് അത് തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകും, സംശയം വേണ്ട. BJPയുടെ ജില്ലാ നേതാക്കളെ തീരുമാനിക്കുന്ന മാത്രമല്ലല്ലോ ഇതിൽ ഘടകം. ഒരു BJPയുടെ ജില്ലാ നേതാവിനെ തീരുമാനിക്കുന്ന ഇത്ര വലിയ പ്രശ്നമാണോ? അതെല്ലാ പാർട്ടികളിലും ഉണ്ട്, ഇഷ്ടമില്ലാത്തവരും ഉണ്ടാവും. പക്ഷേ ഇവിടെ അതല്ല. ഇതിൽ കൗൺസിലർമാരുടെ ഗ്രൂപ്പ് അവരാണ് കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അതെന്തുകൊണ്ട് എങ്ങനെ? അതൊരു തുടർച്ചയാണ്. സന്ദീപ് വാര്യർക്ക് ശേഷം പാലക്കാട് BJPയിൽ ഉണ്ടാകുന്ന, സാധാരണ ചാനലുകൾ പറയാറുണ്ട് പൊട്ടിത്തെറി എന്ന്.
പക്ഷേ ചില പൊട്ടിത്തെറികൾ വാക്കുകൾ കൊണ്ട് മാത്രമല്ല സംഭവിക്കാനും ഇടയുണ്ട്. അതിപ്പോൾ എന്തായാലും പാലക്കാട് സംഭവിക്കുമെന്ന് എനിക്ക് അറിയില്ല, പക്ഷെ സംഭവിച്ചുകൂടായില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവർ പരസ്യമായി വരുന്നു. അത് കോൺഗ്രസിന്റെ സന്ദീപ്, അങ്ങനെ ഇപ്പോ ഒരൊറ്റ ദിവസം കൊണ്ട് ഈ പറയുന്ന ആളുകൾ മാറി. സന്ദീപും അതിനെ അനുകൂലിച്ചല്ല നേരത്തെ പറഞ്ഞത്. ഈ പറഞ്ഞ രാഷ്ട്രീയത്തെ തള്ളിപ്പറഞ്ഞ് ഞാൻ എൻ്റെ നിലപാട് വ്യക്തമാക്കിയതുപോലെ വരികയാണെങ്കിൽ അതിനുള്ള സാഹചര്യം ഒരുക്കാനുള്ള ചർച്ചകൾ സ്വാഭാവികമായും സൗഹൃദത്തിന്റെ പേരിലുണ്ടാകും എന്നുള്ളത്. ഇതിൽ സൗഹൃദം എന്ന് പറയുന്നത് രാഷ്ട്രീയത്തിൽ അവനവന്റെ പ്രത്യയശാസ്ത്രം അപ്പുറത്ത് നിൽക്കുമ്പോൾ എത്ര സാധ്യമാണ് സന്ദീപ്? കാരണം ഇപ്പോൾ സംസ്ഥാന അധ്യക്ഷൻ തന്നെ എത്ര രൂക്ഷമായ ഭാഷയിലാണ് അന്ന് സന്ദീപുമായി ഇപ്പോഴും തുടരുന്ന വാക്കേറ്റം ഉണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെ സംസ്ഥാന നേതൃത്വം അടക്കം തള്ളിപ്പറഞ്ഞ, ഇപ്പോഴും പോരു വിളിക്കുന്ന, അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കുന്ന, ബലാബലം പരീക്ഷിക്കുന്ന ആളുകളുമായി BJPക്കുള്ളിലുള്ള ആളുകൾക്ക് ഇപ്പോഴും സൗഹൃദവും ആഭ്യന്തര പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനുമുള്ള സ്വാതന്ത്ര്യവും ഉണ്ട് എന്ന് പറയുന്നത് അവരതിനെ ഒരു അച്ചടക്കലംഘനമായി കാണില്ലേ? മാധു, ഞാൻ അതിലേക്ക് വരാം. അതിനു മുമ്പ് ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന വ്യക്തി അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങളുണ്ടല്ലോ. അദ്ദേഹത്തിന് ഒന്ന് BJPയുടെ സംഘടനാ രൂപത്തെക്കുറിച്ചുള്ള അജ്ഞതയോ അല്ലെങ്കിൽ ഒരു ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടിയിൽ ഉണ്ടായിരിക്കേണ്ട നമ്മുടെ രാജ്യത്തെ ഇലക്ഷൻ കമ്മീഷൻ അടക്കം നിർദ്ദേശിക്കുന്ന തെരഞ്ഞെടുപ്പ് രീതികളെക്കുറിച്ചോ ഒന്നും അറിയാത്തത് കൊണ്ടാണ് ഈ രീതിയിൽ പ്രതികരിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. അതല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിച്ച ശീലം ഉണ്ടാവണം. അതല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ രീതിയിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത്തരം കാര്യങ്ങളെ നോക്കിക്കാണുന്നതിനെ സംബന്ധിച്ചിട്ടുള്ള സാമാന്യമായിട്ടുള്ള ബോധമെങ്കിലും വേണം. ഒന്ന്, അദ്ദേഹം പറഞ്ഞത് സീനിയോറിറ്റി നോക്കിയിട്ടാണോ സന്ദീപ് പാർട്ടിയുടെ സംസ്ഥാന വക്താവായത്, മറ്റ് നേതാക്കൾ ഉണ്ടായിരുന്നില്ലേ എന്നുള്ളതാണ്. അദ്ദേഹത്തിന് അറിയാത്തൊരു കാര്യം, ഞാൻ ഒരു നോമിനേറ്റഡ് പോസ്റ്റാണ് ഇരുന്നത്. ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ട പദവിയിലായിരുന്നില്ല. BJP, അദ്ദേഹം ഇനിയെങ്കിലും മനസ്സിലാക്കണം, ഒരു പ്രസിഡന്റ് ഓറിയന്റഡ് പാർട്ടിയാണ്. പ്രസിഡന്റിനെയാണ് തിരഞ്ഞെടുക്കുന്നത്. പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ ടീം അംഗങ്ങളെ നോമിനേറ്റ് ചെയ്യുകയാണ്. മനസ്സിലായല്ലോ? അപ്പോൾ പ്രസിഡന്റ്, ഇവിടെ ജില്ലാ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പാണ് നടന്നിട്ടുള്ളത്. ആ ജില്ലാ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചു എന്നുള്ളതാണ് ആക്ഷേപം. ജനാധിപത്യപരമായി വിജയിച്ച ആളുകളെ പ്രസിഡന്റാക്കാതെ ആ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടിട്ടുള്ള, തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ യോഗ്യതയില്ലാത്ത, BJP തന്നെ മുന്നോട്ട് വെച്ചിട്ടുള്ള മാനദണ്ഡ പ്രകാരം യോഗ്യതയില്ലാത്ത ആളെ ജില്ലാ പ്രസിഡന്റായിട്ട് അവരോധിക്കുന്നു. എന്തിന്? അദ്ദേഹം ഏതെങ്കിലും ഒരു പ്രത്യേക നേതാവിന്റെ പെട്ടിയെടുപ്പുകാരനായതുകൊണ്ട് മാത്രം എന്നുള്ളതാണ് പ്രശ്നം. ഇത് തന്നെയാണ് തെരഞ്ഞെടുപ്പിന്റെ സമയത്തും ഉണ്ടായത്. ഇത് ഞാൻ മാത്രം ഉന്നയിച്ചിട്ടുള്ള പ്രശ്നമാണെങ്കിൽ അങ്ങനെ ഒരു പ്രയോഗം വെച്ച് മുന്നോട്ട് പോകാൻ പറ്റുമോ സന്ദീപ്? അത് ജനാധിപത്യ വിരുദ്ധമല്ലേ? ഞാൻ ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള കാര്യമല്ല, അവിടുത്തെ പാലക്കാട്ടെ BJP നേതാക്കൾ ഉന്നയിച്ചിട്ടുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അത് എൻ്റെ മാത്രം ഒരു പരാതിയോ എൻ്റെ വിഷയം, എനിക്ക് പരാതിയേ ഇല്ല. ആ പാർട്ടി ആരെ പ്രസിഡന്റ് ആക്കിയാലും എനിക്ക് പ്രശ്നമുള്ള കാര്യമല്ല. അത് നിലവിലുള്ള സംസ്ഥാന പ്രസിഡന്റിനെ ഒരിക്കലും മാറ്റരുത് എന്ന അഭിപ്രായമാണ് ഇപ്പം എനിക്കുള്ളത്. അത് അങ്ങനെ തന്നെ പോകണം, അത് യാതൊരു പ്രശ്നവുമില്ല. ഞാൻ പറഞ്ഞു വരുന്ന കാര്യം എന്ന് പറയുന്നത്, ഈ അദ്ദേഹം നേരത്തെ ഇവിടെ സംസാരിച്ച വ്യക്തിക്ക് ഒരു രാഷ്ട്രീയ പാർട്ടി പുലർത്തേണ്ട ജനാധിപത്യപരമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് രീതിയെക്കുറിച്ച് അറിയാത്തതുകൊണ്ടും BJPയുടെ സ്ട്രക്ചർ അറിയാത്തതിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ അദ്ദേഹം അപ്പോൾ കേൾക്കുന്നയാൾ തെറ്റിദ്ധരിക്കും, എന്നെ തെരഞ്ഞെടുത്ത് അയച്ചതല്ല, എന്നെ നോമിനേറ്റ് ചെയ്താണ്. നോമിനേറ്റ് ചെയ്യുന്ന എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? കഴിവിൻ്റെ അടിസ്ഥാനത്തിലാണ്, സംസാരിക്കാനുള്ള കഴിവിൻ്റെ അടിസ്ഥാനത്തിൽ. സ്വാഭാവികമായിട്ടും വക്താവായിട്ട് വരും, പ്രസംഗിക്കാൻ കഴിവുണ്ടെങ്കിൽ, ജനങ്ങളുടെ മതിപ്പുണ്ടെങ്കിൽ. പിന്നെ അദ്ദേഹം പറഞ്ഞു സാമൂഹ്യ മാധ്യമങ്ങളിലും TV ചാനലുകളും വന്നതുകൊണ്ട്. ഈ സാമൂഹ്യ മാധ്യമങ്ങളിലും TV ചാനലിലും വരുന്നൊരു സന്ദീപ് വാര്യരെ മാത്രമേ അദ്ദേഹത്തിന് അറിയാൻ സാധ്യതയുള്ളൂ. പക്ഷേ അതിനപ്പുറം പാർട്ടിയുടെ എല്ലാ ഘടകങ്ങളിലും പ്രവർത്തിച്ച് കയറി വന്നൊരു സന്ദീപ് വാര്യർ കൂടിയുണ്ട്. യുവമോർച്ചയുടെ പഞ്ചായത്ത് തലം മുതൽ, യുവമോർച്ചയുടെ മണ്ഡലം തലം മുതൽ, അതല്ലെങ്കിൽ BJPയുടെ പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി, BJPയുടെ മണ്ഡലം സെക്രട്ടറി, യുവമോർച്ചയുടെ ജില്ലാ ഉപാധ്യക്ഷൻ, യുവമോർച്ചയുടെ സംസ്ഥാന സെക്രട്ടറി, ഈ പദവികളിലൊക്കെ പാർട്ടിയിൽ വർഷങ്ങൾ പണിയെടുത്തിട്ട് തന്നെയായിരുന്നു ഞാൻ ഉയർന്നു വന്നത്. അതായത് ഒരു സുപ്രഭാതത്തിൽ ആരും എന്നെ ഹെലികോപ്റ്ററിൽ കൊണ്ടുപോയി മാരാർജി ഭവനിൽ ഡ്രോപ്പ് ചെയ്തൊന്നുമല്ല. ഞാൻ പണിയെടുത്ത് കയറി വന്ന ആൾ തന്നെയായിരുന്നു. പിന്നെ എന്തുകൊണ്ട് 20 വർഷക്കാലം പുറത്തു പറഞ്ഞില്ല, ഇത്രയും വർഷം പണിയെടുത്ത് പുറത്തു പറഞ്ഞില്ല എന്ന് അദ്ദേഹം ചോദിച്ചു. ഞാൻ ചോദിക്കട്ടെ, എത്രയോ പതിറ്റാണ്ടുകൾ കോൺഗ്രസിൻ്റെ അകത്ത് പ്രവർത്തിച്ചിട്ടുള്ള പല ആളുകളും ഇന്ന് BJPക്ക് അകത്തുണ്ട്. അതല്ലെങ്കിൽ പത്മജ വേണുഗോപാൽ കോൺഗ്രസിൽ നിന്നും BJPക്ക് അകത്ത് വന്നിരിക്കുന്നുണ്ട് കുറേ കാലമായിട്ട്. അബ്ദുള്ള കുട്ടി വന്നിട്ട് നിങ്ങളുടെ ദേശീയ വൈസ് പ്രസിഡന്റ് ആയിരിക്കുന്നുണ്ട്. അവരാരെങ്കിലും, ഞാൻ ചോദിക്കട്ടെ, ഞാൻ പറഞ്ഞതുപോലെ നിങ്ങളുടെ പ്രത്യയശാസ്ത്രത്തെ ഉയർത്തിപ്പിടിക്കുക, അതല്ലെങ്കിൽ അവർ പോന്നിട്ടുള്ള പ്രത്യയശാസ്ത്രത്തിൽ അവർക്ക് സംഭവിച്ചിട്ടുള്ള പിഴവുകളെ സംബന്ധിച്ച് അവർ പറയുക ചെയ്തിട്ടുണ്ട്? ഇല്ല. നിങ്ങൾ വന്നവരെ മുഴുവൻ വിളിച്ച് കയറ്റി അക്കോമഡേറ്റ് ചെയ്തു. വന്നവരെ മുഴുവൻ വിളിച്ച് കയറ്റി അക്കോമഡേറ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. നിങ്ങൾക്ക് കോൺഗ്രസിന് ആരെങ്കിലുമൊക്കെ വേണമായിരുന്നു, അതുകൊണ്ട് വന്നവരെ മുഴുവൻ നിങ്ങൾ വിളിച്ച് കയറ്റി അക്കോമഡേറ്റ് ചെയ്തു. BJP മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആദർശത്തെയും അവർ സ്വീകരിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ നിങ്ങൾ ചോദിച്ചിട്ട് പോലുമില്ല. അതവിടെ നിൽക്കട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത്, ഞാൻ കൃത്യമായിട്ടുള്ള നിലപാട് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്ക് ഇത്രയും കാലം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തെറ്റാണെന്ന് ബോധ്യപ്പെട്ടു. അത് എന്തുകൊണ്ട് ബോധ്യപ്പെട്ടു, അതിൻ്റെ ടൈമിംഗ് ക്വസ്റ്റ്യൻ ചെയ്യാൻ നിങ്ങൾക്ക് ആർക്കും അധികാരം തന്നിട്ടില്ല.
എനിക്ക് ബോധ്യപ്പെട്ടു, അത് തെറ്റാണെന്ന് ബോധ്യപ്പെട്ടു. പിന്നെ ഞാൻ കടന്നു വന്നിട്ടുള്ളത് അധികാരമുള്ള രാഷ്ട്രീയ പാർട്ടിയിലേക്കല്ലോ. ഞാൻ ഏതെങ്കിലും അധികാരം ആഗ്രഹിച്ചിട്ടുമല്ല വന്നിട്ടത്. ഇന്ത്യയിലോ സംസ്ഥാനത്തോ അധികാരത്തിലില്ലാത്ത ഒരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് ഒരു തെരഞ്ഞെടുപ്പ് സീറ്റ് മോഹിച്ചിട്ട് പോലും വന്നയാളല്ല ഞാൻ. ആ തെരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥി നിർണ്ണയം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ വരുന്നത്. മറ്റ് സ്ഥാനാർത്ഥി കൊണ്ട് പ്രവർത്തിച്ച ശേഷം വന്നിരുന്നത്. പിന്നെ ഞാൻ ഡൽഹി ലോബി ചെയ്തു എന്നൊക്കെ പറഞ്ഞു. ഈ BJPയുടെ സ്ഥാനാർത്ഥി നിർണ്ണയം സംബന്ധിച്ചിട്ടുള്ള പ്രാഥമികമായിട്ടുള്ള അറിവുള്ള ഒരാൾ അങ്ങനെ പറയില്ല. എങ്ങനെയാണ് BJPയുടെ സ്ഥാനാർത്ഥികൾ ഉണ്ടാകുന്നത്, ഇവിടുന്ന് എങ്ങനെയാണ് പേരുകൾ അയക്കുന്നത്, ഇവിടുത്തെ കോർ കമ്മിറ്റി കൂടുന്നത് എങ്ങനെയാണ്, കോർ കമ്മിറ്റിയിൽ നിന്ന് എങ്ങനെയാണ് പേരുകൾ ഉണ്ടാകുന്നത്, ഇതൊന്നും അറിയാതെ വെറുതെ അങ്ങോട്ട് പറയുകയാണ്. അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ അജ്ഞതയാണ് ഒന്ന്. രണ്ടാമത്തെ കാര്യം, അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഈ ഇപ്പോൾ നിലവിൽ നോമിനേറ്റ് അല്ലെങ്കിൽ നിലവിൽ BJP പ്രഖ്യാപിക്കാൻ പോകുന്ന പ്രസിഡന്റ് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ കഴിവോ അതല്ല അദ്ദേഹത്തിൻ്റെ പ്രാപ്തിയോ ഒന്നുമല്ല വിഷയം. അദ്ദേഹത്തിൻ്റെ കഴിവിനും പ്രാപ്തിക്കും അനുസരിച്ചുള്ള പദവികൾ പാർട്ടിക്ക് കൊടുക്കണമെങ്കിൽ കൊടുക്കാം. പക്ഷേ മാനദണ്ഡങ്ങൾ ലംഘിച്ചുകൊണ്ട് ജനാധിപത്യ വിരുദ്ധമായ രീതിയിൽ തെരഞ്ഞെടുപ്പ് നടന്നുള്ളതാണ് BJPക്ക് അകത്തുനിന്നുള്ള ആക്ഷേപം. ഞാനല്ല ഉന്നയിച്ചിട്ടുള്ള ആക്ഷേപം. അത് കൺവിൻസ് ചെയ്യേണ്ടത് BJP പ്രവർത്തകരെയാണ്, എന്നെയല്ല. ഞാൻ ഈ വിഷയങ്ങൾ നേരത്തെ ഉന്നയിച്ചിട്ടുണ്ട്. BJP അത്യന്തം ജനാധിപത്യ വിരുദ്ധമായ പാർട്ടിയാണ്. ഇത് ചോദ്യം ചെയ്യുന്ന ആളുകളെ മുഴുവൻ ഭീഷണിപ്പെടുത്തുകയാണ്. ഇന്ന് തന്നെ നോക്കൂ, BJPയുടെ സംസ്ഥാന പ്രസിഡന്റിന്റെ ബോഡി ലാംഗ്വേജ് എന്താണ്? ഭീഷണിപ്പെടുത്തുന്ന ലാംഗ്വേജ് അല്ലേ? ഞങ്ങളങ്ങ് പറഞ്ഞ് അങ്ങ് അനുസരിക്കും. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞു തരുന്നത് ഈ അർഹതയ്ക്കുള്ള അംഗീകാരം എന്നൊക്കെ എങ്ങനെയാണ് പറയുന്നത്? BJP കേന്ദ്ര നേതൃത്വം അംഗീകരിച്ച ലിസ്റ്റാണ്. BJPയുടെ കേന്ദ്ര നേതൃത്വത്തിന് ഇവരൊന്നും പേരുകൾ അറിയ പോലും ഇല്ല. ഇവിടുന്ന് ലിസ്റ്റ് പോകുന്നു, ലിസ്റ്റ് പോയി കഴിഞ്ഞാൽ ഇവരുടെ ചില ആളുകൾ മുകളിൽ ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതൊക്കെ ഞങ്ങളുടെ ആളുകളാണ്, അംഗീകരിച്ച് തരാൻ പറയുന്നത്. അത്രയേ ഉള്ളൂ. അതിലപ്പുറം ഇതൊക്കെ മുകളിൽ നിന്ന് ഇതെല്ലാം മോദിയും അമിത്ഷായും കൂടി ഒപ്പിട്ട് അയക്കുന്നതാണെന്നൊക്കെ പറയുന്ന പച്ച കള്ളമാണ്. അതിലപ്പുറം ഒന്നും സംഭവിക്കുന്നില്ല. ഇവിടെയുള്ള സുരേന്ദ്രന്റെയും കൃഷ്ണകുമാറിന്റെയും ഒക്കെ താല്പര്യങ്ങൾക്കനുസരിച്ച് മാത്രമാണ് ലിസ്റ്റ് പുറത്തു വന്നിട്ടുള്ളത്. എല്ലാവർക്കും അറിയാം. ഞാൻ ചോദിക്കട്ടെ, BJPയിൽ എത്രയോ കാലമായി പ്രവർത്തിക്കുന്ന സംസ്ഥാനത്തിനുള്ള ഒരു പ്രമുഖ വനിതാ നേതാവിനെ എത്ര കാലമായി ഇവർ ഒതുക്കാൻ ശ്രമിക്കുന്നു? എത്ര കാലമായി അവർ ഒതുക്കാൻ ശ്രമിക്കുന്നു? ഇത് എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ? അപ്പോൾ ഇതൊക്കെ കേരളത്തിൽ നടക്കുന്നുണ്ട്. കേരളത്തിലെ BJP പ്രവർത്തകർക്ക് എല്ലാ കാര്യങ്ങളും അറിയുന്നവരാണ്. ഇപ്പം ഞാൻ പറഞ്ഞത് കൊണ്ട് മാത്രം, പറയുന്നത് ഞാനായതുകൊണ്ട് മാത്രം അതിനെ എതിർക്കുകയാണെങ്കിൽ എനിക്ക് നിവൃത്തിയൊന്നുമില്ല. പക്ഷെ ഞാൻ പറയുന്നത് പരിപൂർണമായ സത്യമാണ്. കേട്ടുകൊണ്ടിരിക്കുന്ന ഞാൻ അവസാനിപ്പിക്കാം. ഒരു സെക്കൻഡ് ഞാൻ അവസാനിപ്പിക്കാം. ഈ ചർച്ച ഇപ്പോൾ ഇത് നേരത്തെ ഒരു ചർച്ചയിൽ പങ്കെടുത്ത് ഞാൻ പോയതിനു ശേഷം ബഹുമാനായിട്ടുള്ള സുഹൃത്ത് അദ്ദേഹം എനിക്കെതിരെ വ്യക്തിപരമായിട്ട് ആക്ഷേപിച്ചതായിട്ട് അറിയാൻ സാധിച്ചു. അദ്ദേഹത്തിന് ഇങ്ങനെ ആക്ഷേപിച്ചുകൊണ്ട് എന്തെങ്കിലും സുഖം കിട്ടുമെന്ന് എനിക്കറിയില്ല. ഞാൻ എന്തായാലും അദ്ദേഹത്തെ വ്യക്തിപരമായി ആക്ഷേപിക്കാനൊന്നും ആഗ്രഹിക്കുന്നില്ല. അത് കോൺഗ്രസിന്റെ സംസ്കാരവുമല്ല. അതുകൊണ്ട് അദ്ദേഹത്തെ വ്യക്തിപരമായി ആക്ഷേപിക്കാനോ ഏതെങ്കിലും അദ്ദേഹം മോശക്കാരനാണെന്ന് പറയാനോ ഞാൻ ആഗ്രഹിക്കുന്നേ ഇല്ല. എൻ്റേത് രാഷ്ട്രീയമായിട്ടുള്ള വിമർശനമാണ്. അത് BJP നേതാക്കൾക്കെതിരെയുള്ള വിമർശനമാണ്. BJP എന്ന രാഷ്ട്രീയ പാർട്ടിക്കെതിരെയുള്ള വിമർശനമാണ്. ഞാൻ ഏതെങ്കിലും പുസ്തക കച്ചവടക്കാരനെ വിമർശിക്കാൻ ഉദ്ദേശിക്കുന്നേ ഇല്ല. ശരി, ഇതാണ് അങ്ങേക്കെതിരെയുള്ള വിമർശനം ശ്രീ ഷാബു പ്രസാദ്. പക്ഷേ ശ്രീ ഷാബു പ്രസാദ്, ഇത് നോക്കൂ, ഈ പ്രശാന്ത് ശിവൻ എന്ന് പറയുന്ന ആൾ RSSന്റെ പശ്ചാത്തലമുള്ള, RSSന്റെ പ്രധാനപ്പെട്ട നേതാക്കളുള്ള, RSSന്റെ ഇപ്പോഴത്തെയും പാലക്കാട് ഏറ്റവും ശക്തി കേന്ദ്രത്തിൽ നിന്ന് ഉയർന്നു വരുന്ന ഒരു നേതാവാണ്. യുവമോർച്ച ജില്ലാധ്യക്ഷ സ്ഥാനത്തേക്ക് തന്നെ അദ്ദേഹം വരുന്നത് ആ താല്പര്യങ്ങളും ആ മാനദണ്ഡവും വെച്ചാണെന്ന് പറയുന്നു. അങ്ങ് തന്നെ പറഞ്ഞു ഇപ്പം സുരേന്ദ്രൻ പുറത്തേക്ക് പോകുന്ന ഒരു നേതാവാണ് എന്ന്. അതേപോലെ തന്നെയാണ് C. കൃഷ്ണകുമാർ. ഇനി ഒരു തെരഞ്ഞെടുപ്പിലേക്ക് C. കൃഷ്ണകുമാറിന്റെ പേര് പറഞ്ഞാൽ പോലും വലിയ പ്രതിസന്ധിയും പ്രതിഷേധവും അവിടെ ഉണ്ടാകുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ ഒരു പിൻഗാമിയെ ഉറപ്പിക്കുക, അവിടെ അധികാരം കയ്യിൽ വെച്ച് കൊടുക്കുക എന്ന് പറയുന്ന ഒരു സ്വാർത്ഥ താല്പര്യം ഈ തീരുമാനങ്ങൾക്ക് പിന്നിലുണ്ടോ? മധു, ഞാൻ അതിൻ്റെയൊക്കെ ഉത്തരം ഞാൻ പറയാം. ഒരു വാദ്യം എന്ന് പറഞ്ഞോട്ടെ. അദ്ദേഹം ഇവിടെ പറഞ്ഞു ഒരു പുസ്തക കച്ചവടക്കാരനെ വിമർശിക്കാൻ അദ്ദേഹം ഉദ്ദേശിക്കുന്നില്ല. അത് അദ്ദേഹം ഞാൻ ചെയ്യുന്ന എൻ്റെ തൊഴിലിനെ പറ്റിയാണ് അദ്ദേഹം പറഞ്ഞത്. ഞാൻ അഭിമാനത്തോടുകൂടി തന്നെ പറയുന്നു, അന്തസ്സായിട്ട് പണിയെടുത്താണ് മിസ്റ്റർ ജീവിക്കുന്നത്. അന്തസ്സായിട്ട് പണിയെടുത്ത് ഒരു പ്രസാധകൻ എന്നുള്ള നിലയിൽ കഷ്ടപ്പെട്ട് ജീവിക്കുന്നത് ഞാൻ അഭിമാനത്തോടു കൂടി തന്നെയാണ് പറയുന്നത്. പണിയെടുത്ത് ജീവിക്കുന്ന, നാട്ടുകാരെ പറ്റിച്ച് ജീവിക്കുന്നവർക്ക്, പണിയെടുത്ത് ജീവിക്കുന്നവരെ കാണുമ്പോൾ തോന്നുന്ന സ്വാഭാവികമായ ഒരു പ്രതികരണമാണ് വന്നത്. അതിനെ ഞാൻ അതർഹിക്കുന്ന ആ ഒരു പരിഗണനയെ അതിന് കൊടുക്കുന്നു. പിന്നെ വേറൊന്ന് അദ്ദേഹം പറഞ്ഞ, എനിക്ക് ഈ പറഞ്ഞ വ്യക്തിക്ക് BJPയെ അറിയില്ല, അല്ലെങ്കിൽ ഇതിൻ്റെ സിസ്റ്റംസിനെ അറിയില്ല. അതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ. അദ്ദേഹം ഈ ജനാധിപത്യം പാർട്ടിയിലെ ജനാധിപത്യ മാനദണ്ഡങ്ങൾ എന്ന് പറഞ്ഞല്ലോ. തെരഞ്ഞെടുക്കപ്പെട്ട ഒരു പ്രസിഡന്റിനെ കസേരയോടെ തൂക്കിയെടുത്ത് വെളിയിൽ കളഞ്ഞിട്ട് ആ മദാമ്മയെ പ്രതിഷ്ഠിച്ച ഒരു പാർട്ടിയാണിത്. 98 സീതാറാം കേസരിയെ എങ്ങനെയാണ് അല്ലെന്താ മോശമാണോ? അശ്ലീലമാണോ? ഒന്നുമല്ലല്ലോ. എന്താ അശ്ലീലമാണോ? എന്താ അത് നിരോധിക്കപ്പെട്ട വാക്കാണോ? നിരോധിക്കപ്പെട്ട വാക്ക് എന്നുള്ളതല്ല, അത് അങ്ങ് വളരെ ബഹുമാനത്തോടെ ഉപയോഗിച്ചൊരു വാക്കാണോ? അൺപാർലമെന്ററി ഒന്നും അല്ലല്ലോ. ബഹുമാനത്തോടെ ഉപയോഗിച്ച വാക്കാണോ?
സീതാറാം കേസരി എന്ന തെരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റിനെ പ്രസാധകന്റെ തനിനിറം പ്രസാധകൻ പ്രസിദ്ധീകരിക്കുന്ന പുസ്തകങ്ങളുടെ നിലവാരം പോലെ ഇരിക്കുന്നു അദ്ദേഹത്തിന്റെ വായന്ന് പുറത്തു വരുന്ന വാക്കുകൾ. ആയിക്കോട്ടെ പ്രസാധകൻ പ്രസിദ്ധീകരിക്കുന്ന പുസ്തകങ്ങളുടെ നിലവാരം പോലെ ഇരിക്കുന്ന പുറത്തു വരുന്ന വാക്കുകൾ. ഒരു പ്രസാധകനാകുമ്പോൾ സ്വാഭാവികമായിട്ട് ഉന്നതമായ നിലവാരം പുറത്തു വിശ്വസിക്കും. പക്ഷെ അദ്ദേഹത്തിന്റെ വായന്ന് പുറത്തേക്ക് വമിക്കുന്ന വിഷവും വാക്കുകളൊക്കെ കേട്ടല്ലോ അദ്ദേഹത്തിന്റെ വാക്കുകൾ കേട്ടല്ലോ. ഇതാണ് അദ്ദേഹത്തിന്റെ നിലവാരം എന്ന് പറയുന്നത്. പിന്നെ കുരുക്ഷേത്ര പ്രകാശനം അദ്ദേഹം എങ്ങനെ പുറത്തായെന്നൊന്നും എന്നോട് പറയിപ്പിക്കണ്ട. RSS എങ്ങനെ അദ്ദേഹത്തെ അടിച്ചു പുറത്താക്കി, കുരുക്ഷേത്ര പ്രകാശനം അടിച്ചു പുറത്താക്കി, ഇപ്പൊ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന സാഹചര്യം ഉണ്ടായി എന്ന് അദ്ദേഹം തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തെ അടിച്ചു പുറത്താക്കിയ സാഹചര്യം കുരുക്ഷേത്ര പ്രകാശനെ എങ്ങനെ പുറത്താക്കി RSS എന്ന് അദ്ദേഹം തന്നെ പറയട്ടെ. അദ്ദേഹം വന്ന RSSനെതിരെ വിമർശിക്കുന്ന ആളാണല്ലോ. അന്ന് അദ്ദേഹം RSS നേതാക്കളെ പുലഭ്യം പറഞ്ഞു നടന്നിരുന്ന ആളാണല്ലോ. കുരുക്ഷേത്ര പ്രകാശനം അങ്ങേ അടിച്ചു പുറത്താക്കിയപ്പോ അങ്ങ് RSS നേതാക്കളെ പുലഭ്യം പറഞ്ഞ് നാടുകൾ നടന്നിരുന്ന ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതുകൊണ്ട് അങ്ങയുടെ ചരിത്രം എന്നോട് പറയിപ്പിക്കണ്ട, അങ്ങയുടെ ചരിത്രം എന്നോട് പറയിപ്പിക്കണ്ട. അങ്ങ് വ്യക്തിപരമായി ആക്ഷേപിച്ചത് കൊണ്ടാണ്. എനിക്ക് അങ്ങയോട് യാതൊരു എതിർപ്പില്ല. കാരണം അങ്ങയുടെ പണിയെടുപ്പ് എന്താ നന്നായിട്ട് നമുക്കറിയാം. അങ്ങയുടെ പണി എന്താ നന്നായിട്ട് അറിയാം. അങ്ങയുടെ പണി എന്താണ് നന്നായിട്ട് RSS മനസ്സിലായതുകൊണ്ടാണ് നിങ്ങളെ പുറത്താക്കിയത്. നിങ്ങളിപ്പോ വലിയ RSS നടക്കുന്നുണ്ടല്ലോ. നിങ്ങളെ പുറത്താക്കിയതല്ലേ, നിങ്ങളെ കുരുക്ഷേത്ര പ്രകാശനം അടിച്ചു പുറത്താക്കിയതല്ലേ. കുരുക്ഷേത്ര പ്രകാശനം എന്ന് പറയുന്ന RSSന്റെ പ്രസിദ്ധീകരണത്തെ അടിച്ചു പുറത്താക്കിയതാ മാധു. അടിച്ചു പുറത്താക്കിയതിന്റെ കാരണമുണ്ട്. ആ കാരണം ഞാൻ പറയുന്നില്ല, അത് അവര് പറഞ്ഞോട്ടെ. അവരുടെ ആഭ്യന്തര പ്രശ്നമാണ്. അത് കള്ളന്മാര് തമ്മിലുള്ള പ്രശ്നമാണ്. അത് അവര് തമ്മിൽ തീർത്തോട്ടെ. അത് അവരുടെ പ്രശ്നമാണ്. കുരുക്ഷേത്ര പ്രകാശനം എങ്ങനെ നഷ്ടപ്പെട്ടു, എങ്ങനെ അദ്ദേഹത്തെ ശരി, അങ്ങയുടെ വിമർശനം ഉന്നയിച്ചു ഷാബു പ്രസാദിന്റെ അവസരമാണ്. എന്റെ വ്യക്തിപരം പറഞ്ഞുകൊണ്ടാണ്. പിന്നെ അദ്ദേഹം മറ്റുള്ളവരെ കുറിച്ച് പറയുന്ന ഭാഷയും കേട്ടല്ലോ. അതൊരു ചർച്ചയിൽ ഉന്നയിക്കാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞു സന്ദീപ്. അത് അവിടെ അവസാനിക്കണം അല്ലെ? വ്യക്തിപരമായ അങ്ങോട്ട് പറഞ്ഞു പോവുകയല്ല. വീരവാദം പറയരുത്. RSSന്റെ പ്രസിദ്ധീകരണ സ്ഥാപനത്തെ അടിച്ചു പുറത്താക്കിയ ഒരാള് വീരവാദം പറയരുത്, വീരസ്യം പറയരുത് എന്നേ പറയുന്നുള്ളൂ. വീരവാദവും വീരസ്യവും പറയരുത്. ഇയാളൊരു പോപ്പല്ല, ഇയാളെ ഒന്നുമല്ല. ഇയാളെ പുറത്താക്കിയതാണ് RSS. ഇയാളെ RSS പ്രസിദ്ധീകരണ സ്ഥാപനം പുറത്താക്കിയതാ. കുരുക്ഷേത്ര പ്രകാശനം പുറത്താക്കിയ ആളാണ്. അതിലപ്പുറം ഇയാൾ ഒന്നുമല്ല. ഇയാൾക്ക് കഷ്ടപ്പെട്ട് ജീവിക്കുന്ന സാഹചര്യം എങ്ങനെ ഉണ്ടായി? അവിടെ പുറത്താക്കിയതുകൊണ്ടാണ്. അവിടുന്ന് മൃഷ്ടാനം ഭൂജിച്ച് ജീവിക്കുകയായിരുന്നു. കുരുക്ഷേത്ര പ്രകാശനം മൃഷ്ടാനം ഭൂജിച്ച് അതിനെ മുഴുവൻ നഷ്ടത്തിലാക്കി തകർച്ചയിലേക്ക് നയിച്ച് അവിടെ പുറത്താക്കപ്പെട്ട ആളാണ്. അന്ന് നിങ്ങളാരാണ് എന്നെ ചോദിക്കുക? നിങ്ങളാരാണ് എന്റെ പശ്ചാത്തലം ചോദിക്കുക? അപ്പൊ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. ഇങ്ങോട്ട് പറഞ്ഞാൽ തിരിച്ചു കിട്ടും. നിങ്ങൾ എന്താണെന്ന് വിളിച്ചു പറഞ്ഞു, അത്രേ ഉള്ളൂ. നിങ്ങൾ ടെൻഷൻ ആവണ്ട, നിങ്ങൾക്ക് BP കൂടണ്ട, നിങ്ങൾ ടെൻഷൻ ആവണ്ട. നിങ്ങൾ വെള്ളി വീഴുന്നുണ്ട്, നിങ്ങൾ ശബ്ദത്തിൽ വെള്ളി വീഴുന്നുണ്ട്, നിങ്ങൾ ടെൻഷൻ ആവണ്ട, BP കൂടണ്ട. നിങ്ങൾ ആരാണെന്ന് ജനങ്ങൾ മനസ്സിലാക്കി, അത്രേ ഉള്ളൂ. നിങ്ങൾ ടെൻഷൻ ആവണ്ട, BP കൂടണ്ട. വെള്ളം കുടിക്കാൻ കൊടുക്കുക. ടെൻഷൻ മാറട്ടെ ഒരു മനുഷ്യന്. വ്യക്തിപരമായി സംസാരിക്കാനോ അല്ലെങ്കിൽ അങ്ങനെ ടാർഗറ്റ് ചെയ്യരുത്. വെള്ളം കൊടുക്കുന്നു, അയാളെ വെള്ളം കൊടുക്കുമ്പോ നിങ്ങൾ എന്നെ ഷാബു, നിങ്ങൾ എങ്ങനെ പുറത്താക്കി എനിക്കറിയാം. നിങ്ങൾ ഒരേ മാലിന്യം കളിക്കണം. നിങ്ങൾ എന്താണ് കൃത്യമായിട്ട് എനിക്കറിയാം. നിങ്ങൾ എന്നെ പറഞ്ഞതുകൊണ്ടാണ്. നിങ്ങൾ എന്നെ വ്യക്തിപരമായി പറഞ്ഞുകൊണ്ട് തിരിച്ചു പറഞ്ഞു, അത്രേ ഉള്ളൂ. ഇങ്ങോട്ട് നിങ്ങൾ ഗോൾ അടിച്ചു, തിരിച്ച് അങ്ങോട്ടും അടിച്ചു, അത്രേ ഉള്ളൂ. നിങ്ങൾ കേട്ടോ, നിങ്ങൾ തിരിച്ചു അടിച്ചു. നിങ്ങളോട് നിങ്ങൾ മാത്രം വലിയ ആളല്ലേ? നിങ്ങൾ ഒന്നുമല്ല, നിങ്ങൾ ഒരു ഒപ്പമല്ല, നിങ്ങൾ ഒന്നുമല്ല, നിങ്ങളൊന്നുമല്ല. നിങ്ങൾ കീഴടക്കാത്തോണ്ടല്ലേ അല്ല, ആരാണ് കേരളം എന്നുള്ള ചർച്ചയിലല്ലോ. നമ്മൾ വിഷയത്തിൽ നിന്ന് സംസാരിച്ചാണ്. അതിൽ വ്യക്തിപരമായ സവിശേഷതകൾക്കൊന്നും ഒരു പ്രത്യേകതയുമില്ല. പറ്റും. അയാളുടെ ഷുഗർ ലെവൽ കാണു പോകുന്നുണ്ട്. അയാളെ സഹായിക്കും. ആരോഗ്യ പ്രശ്നങ്ങൾ, അതുപോലെ വെള്ളം കൊടുക്കും. ശബ്ദങ്ങളെ കംപ്ലീറ്റ് വെള്ളി ഇങ്ങനെയല്ല രണ്ടുപേരും പെരുമാറേണ്ടത്. ഇങ്ങനെയല്ല കണ്ടില്ലേ മാധു ഇയാളെ മനോരോഗികളെ ചർച്ചയ്ക്ക് വിളിച്ചിട്ട് തനി മനോരോഗിയാണ് മാധു. ജോലി ചെയ്തോടോ ജീവിക്കുന്നത്? അല്ലാതെ നാട്ടുകാരെ ഞാൻ വിചാരിക്കുന്നു. ശ്രീ N. ശ്രീകുമാർ, പാലക്കാട് BJPയിലുണ്ടാകുന്ന മുഴുവൻ പ്രശ്നങ്ങളും വ്യക്തിപരം എന്ന നിലയ്ക്ക്
ആണോ? ഇതിപ്പോ സന്ദീപ് ഉന്നയിച്ച വിഷയങ്ങളാണെങ്കിലും നേരത്തെ പ്രമിള ശശിധരൻ ഉന്നയിച്ച വിഷയങ്ങളാണെങ്കിലും അല്ലെങ്കിൽ സി കൃഷ്ണകുമാറിനെതിരായ വിഷയങ്ങളാണ് എങ്കിലും കെ സുരേന്ദ്രനെതിരെ ഉന്നയിക്കപ്പെടുന്ന വിഷയങ്ങളാണ് എങ്കിലും എല്ലാം സാധാരണഗതിയിൽ BJPയുമായി ബന്ധപ്പെട്ട് അവർ തന്നെ അവകാശപ്പെടുന്നത് കൃത്യമായ അച്ചടക്കത്തോടു കൂടി ഒരു കേഡർ സംവിധാനത്തോടു കൂടി കേന്ദ്ര നേതൃത്വം ഏത് വഴിക്ക് പോകണമെന്ന് നിർദ്ദേശിക്കുന്നു അത് ശിരസാ വഹിച്ചു പോകുന്ന ഒരു പാർട്ടി എന്ന നിലയ്ക്കുള്ള സ്വഭാവം സംസ്ഥാനത്ത് BJPക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടോ? മാധു, ഹലോ മാധു. ശ്രീ ഷാബു പ്രസാദ്. മാധു, എനിക്ക് സംസാരിക്കണം. എനിക്ക് ഇടയ്ക്ക് ശ്രീമാർ സാറെ 1 മിനിറ്റ് എനിക്ക് സമയം തരുമോ സാർ? സാർ 1 മിനിറ്റ്. ബുദ്ധിമുട്ടില്ലെങ്കിൽ. ഓക്കെ സാർ. എനിക്ക് സാറിന് വലിയ ഇഷ്ടമാണ്. സാറ് കോൺഗ്രസ്സുകാരനാണ്, കോൺഗ്രസിന്റെ ഇതിൽ നിൽക്കുന്ന ആളുമാണ്. എനിക്കൊരൊറ്റ കാര്യമേ പറയാനുള്ളൂ മാധു. ദയവ് ഇതുപോലുള്ള മാനസിക രോഗികളൊന്നും നിങ്ങൾ ചർച്ചയ്ക്ക് വിളിച്ചിരുത്തി നിങ്ങളുടെ ചാനലിന്റെ വില കളയരുത്. ഒന്ന് ആലോചിച്ച് നോക്കും. ഞാനിവിടെ അയാൾ സംസാരിച്ചപ്പോൾ ഞാൻ ഇടപെട്ടിട്ടില്ല, ഞാൻ അന്തസ്സായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നെ ഒരു പുസ്തക കച്ചവടക്കാരെന്നും പറഞ്ഞുകൊണ്ട് ഇയാൾ ആക്ഷേപസ്വരത്തിൽ പറഞ്ഞപ്പോൾ അതിന്റെ മറുപടിയാണ് ഞാൻ പറഞ്ഞത്. അതിന് ഇയാൾ എവിടെയൊക്കെ കൊണ്ടുപോയി എന്നുള്ളത് നിങ്ങൾക്കറിയാം. ശ്രീകുമാർ സാറെ, നിങ്ങൾക്ക് കോൺഗ്രസ് നേതൃത്വമായിട്ട് സമ്മതമുണ്ടെങ്കിൽ ഇതുപോലുള്ള മനോരോഗികളെ എങ്ങനെ കൈകാര്യം ചെയ്യണം ഒന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നത് നല്ലതാണ്. ഒറ്റ കാര്യമേ ഉള്ളൂ. ജനാധിപത്യത്തിനെ പറ്റിയൊക്കെ ഇവർ പറഞ്ഞപ്പം ഈ ജനാധിപത്യ പാർട്ടിയിൽ അതായത് സീതാറാം കേസരി എന്ന തെരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റിനെ തൂക്കിയെടുത്ത് പുറത്തു കളഞ്ഞ് സോണിയാഗാന്ധി വന്നപ്പം അധികാരത്തിൽ ഇരുത്തിയ ആ ഒരു പാർട്ടിയുടെ ജനാധിപത്യത്തിനെയാണ് ഞാൻ ജനാധിപത്യ ബോധത്തിനെയും ആ പാർട്ടി മറ്റുള്ളവരുടെ ജനാധിപത്യത്തിനെ ചോദ്യം ചെയ്യുമ്പോഴുള്ള പരിഹാസ്യതയുമാണ് ഞാൻ പറഞ്ഞത്. പിന്നെ BJPയുമായും RSSുമായും ഔദ്യോഗിക സ്ഥാനങ്ങളൊന്നും എനിക്കില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം. I am a സ്വയം സേവക് ടു ദ കോർ. I am a സ്വയം സേവക്. I am an RSS to the core. അതിലെനിക്ക് അഭിമാനമേ ഉള്ളൂ. ഒന്നും പ്രതീക്ഷിച്ചുകൊണ്ടല്ല വന്നത്, ഒന്നും പ്രതീക്ഷിച്ചുകൊണ്ടല്ല നിൽക്കുന്നതും, ഒന്നും ആഗ്രഹിച്ചുകൊണ്ടുമല്ല. ഏതൊരു സ്വയം സേവകനും എങ്ങനെയാണോ എന്താണോ ഈ പ്രസ്ഥാനത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് കിട്ടുന്നത് അത് മാത്രമേ ഞാനും ആഗ്രഹിച്ചിട്ടുള്ളൂ. അതായത് അത് ചിലപ്പോൾ ഒരു കയ്യിലെ ഒരു രാഖിയാകാം, അത്രമാത്രം. അതെന്താണെന്ന് ഈ ഒരു കസേര കിട്ടാത്തതിന്റെ പേരിൽ ഇവിടെ നിന്ന് പിണങ്ങിപ്പോയി അപ്പുറത്ത് പോയി ഈ സ്നേഹത്തിന്റെ കടയിലേക്ക് പോയ അങ്ങനെയുള്ള മനോരോഗികൾക്ക് മനസ്സിലാവുന്ന കാര്യമല്ല. അത് അവരെ ബോധ്യപ്പെടുത്തലൊന്നും എന്റെ ചുമതലയുമല്ല. അത് ഈ നാട്ടിലെ ആൾക്കാർ മനസ്സിലാക്കുന്നുണ്ട്, ചിന്തിക്കുന്നവർ മനസ്സിലാക്കുന്നുണ്ട്. വൈകാരികമായി എടുക്കേണ്ടതില്ല എന്ന് ഞാൻ പറഞ്ഞു പോകും. അല്ല, വൈകാരികമൊന്നുമില്ല. വൈകാരികം ഇവനൊക്കെ ആരാന്ന വിചാരം? ഇവന്റെയൊക്കെ വിചാരം എന്താന്ന് പറഞ്ഞാൽ എനിക്ക് വെള്ളം കൊടുക്കുക, എനിക്ക് BP കൂട്ടാനും എനിക്ക് എന്റെ എല്ലാ ബോഡി പാരാമീറ്റേഴ്സും എന്നും നോർമലാണ്. ഒരു പ്രശ്നവുമില്ല. എന്റെ BP കൂട്ടാനും മാത്രം ഒന്നും സന്ദീപ് വാര്യർ വളർന്നിട്ടില്ല. അതിനെ വളരെ വൈകാരികമായും വളരെ വ്യക്തിപരമായും പോയ സമയത്താണ് ഞാൻ ആ ചർച്ച അവിടെ അവസാനിപ്പിച്ചത്. കാലത്ത് സംഘശാഖ പോയവനാ ഞാന്. നിങ്ങൾ രണ്ടുപേരുടെയും ഈ പറയുന്ന RSS ബന്ധമോ RSS പശ്ചാത്തലമോ ഒന്നും അല്ല നമ്മുടെ ചർച്ചാ വിഷയം. ഒരു പുസ്തക കച്ചവടക്കാരൻ എന്ന് അങ്ങേ വിളിച്ചു എന്നത് ശരിയാണ്. അത് ഈ പറയുന്നത് പോലെ എനിക്ക് ഇടപെടാൻ കഴിയുന്ന തരത്തിൽ അധിക്ഷേപിക്കേണ്ട കാര്യമല്ലല്ലോ പുസ്തകം എന്ന് പറയുന്നതും അത് കച്ചവടം ചെയ്യുന്നതും അധിക്ഷേപകരമായ കാര്യമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇടപെടുന്നത്. പിന്നീട് ഈ ആ കാര്യമാണ് അങ്ങയോട് ഞാൻ സോണിയാഗാന്ധി അങ്ങ് മദാമ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അങ്ങോട്ട് ചോദിച്ചത്. അത് അങ്ങ് വളരെ മാതൃകാപരമായി പറഞ്ഞതാണോ? അധിക്ഷേപ സ്വരത്തിൽ ആ ഒരു മര്യാദ, ആ ഒരു ബോധം മാധു അയാളോട് കാണിച്ചില്ല എന്നുള്ള കാര്യത്തിൽ എനിക്ക് പരാതി അല്ല. അദ്ദേഹം പറഞ്ഞപ്പോൾ ശരിയാണ്, എനിക്ക് അതിലൊരു വ്യത്യാസം തോന്നി. അത് ആ ചർച്ചയിൽ ഞാനത് പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഒരു പുസ്തക കച്ചവടക്കാരൻ വരേണ്ടതില്ല എന്ന് പറയുമ്പോൾ അത് അധിക്ഷേപമാണ് എന്ന രീതിക്ക് ഞാൻ ചിന്തിക്കേണ്ട കാര്യമില്ലല്ലോ. പുസ്തക കച്ചവടക്കാരൻ എന്ന് വിളിക്കുന്നത് അത് ശരി, അങ്ങനെ പറയേണ്ട കാര്യമില്ല എന്ന കാര്യത്തിൽ ഞാൻ ഉറപ്പിച്ച് പറയുന്നു. പറയേണ്ട അതെ, അത് അന്തസ്സായി തന്നെയാണ് മനുഷ്യൻ വിചാരിക്കുന്നത്. അത് അന്തസ്സായി തന്നെ വിചാരിക്കുന്നതാണ് ഞാൻ ആ കാര്യത്തിൽ ഇടപെടാറുള്ളത്. പക്ഷേ മദാമ എന്ന പ്രയോഗം ഇടപെടേണ്ടതാണ് എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഇടപെടുന്നത്. പിന്നീട് അവിടെ നിന്നാണ് കൈവിട്ടു പോയത്. അത് അവിടെ അവസാനിപ്പിക്കൂ, അത് കളയൂ. നമ്മൾ രാഷ്ട്രീയം പറയാനല്ലേ ഇരുന്നത്, വ്യക്തിപരമായ കാര്യങ്ങൾ പോകട്ടെ. വിരോധികൾക്ക് പുസ്തക കച്ചവടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റെന്തോ ആണെന്നാണ് ഇവന്റെയൊക്കെ ധാരണ. ശരി ശരി ശരി, അത് അവസാനിപ്പിക്കൂ, അത് അവസാനിപ്പിക്കും. ശരി ശരി, അത് അങ്ങേക്ക് പറയാം. അതായത് മാധു ചോദിച്ചൊരു ചോദ്യമുണ്ട്. അതായത് കേരളത്തിലെ BJPക്ക് സത്യത്തിൽ നയമില്ല. കാരണം എന്താ വെച്ചാൽ അവർക്കിവിടെ ഭരണം കിട്ടില്ല, അവർക്ക് പ്രധാന പ്രതിപക്ഷവുമാകാൻ കഴിയില്ല. അപ്പോൾ പിന്നെ അവർക്ക് അവരുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ അവർ കേന്ദ്രത്തിൽ കോൺഗ്രസ് വരരുതെന്ന് ആഗ്രഹിക്കുന്നൊരു പാർട്ടിയാണ്, കേരളത്തിലും കോൺഗ്രസ് വരരുത് എന്ന് ആഗ്രഹിക്കുന്ന പാർട്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് അവർക്കിടയിലെ ഒരു രാഷ്ട്രീയ ലക്ഷ്യം അവർക്കിടയിൽ കുറവാണ്.
പിന്നെ ഏതെങ്കിലും 1-2 മണ്ഡലങ്ങളിലൊക്കെ ജയിക്കുക. ഇപ്പോൾ സുരേഷ് ഗോപി ജയിച്ചവർ എടുത്തു പറയുന്നുണ്ട്. അതിൻ്റെ രാഷ്ട്രീയ സാഹചര്യം ഞാൻ പറയുന്നില്ല, അതിൽ ചലച്ചിത്ര മേഖലയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്, നമ്മൾ ചർച്ച ചെയ്തതാണ്. പക്ഷേ അല്ലാണ്ട് കേരളത്തിലെ BJPക്ക് യാതൊരു വിധത്തിലുള്ള റോളുമില്ല രാഷ്ട്രീയത്തിൽ. ഒരു ത്രികോണ മത്സരത്തിന് കളമൊരുക്കാൻ അവരെ കൊണ്ട് പറ്റുമെന്നല്ലാതെ അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഈ കാരണം 2-3 കാര്യങ്ങൾ ഞാൻ പറയാം. ഒന്നെന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ അടുത്ത കാലത്ത് വന്നിട്ടുള്ള BJP CPM-മായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളൊക്കെ ഉണ്ടല്ലോ. ADGP RSS ബന്ധം വിഷയങ്ങളും, അതുപോലെ അതിന് ശേഷം വന്ന ഗവർണർ വിഷയം, യാത്രയപ്പോൾ പുതിയ ഗവർണർ വന്നപ്പോൾ CPM എടുത്ത നിലപാടുകൾ വളരെ ശ്രദ്ധിക്കണം. ഈ പുതിയ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന് ശേഷം CPM കൈക്കൊണ്ട നിലപാട് നിസ്സാരമല്ല. അത് BJPക്ക് അനുകൂലമായ നിലപാടാണ്. എന്താണെന്ന് ഞാൻ ഉദാഹരണ സഹിതം പറഞ്ഞുതരാം. ഒന്ന്, നയപ്രഖ്യാപന പ്രസംഗം പൂർണ്ണമായി വായിച്ച ഗവർണർക്ക് പുകഴ്ത്തിക്കൊണ്ട് പാർട്ടിയുടെ മുഖപ്രസംഗം എഴുതി. 2, അത് പോരാഞ്ഞിട്ട് ആ ഗവർണറെ പ്രശംസിച്ചുകൊണ്ട് പാർട്ടി സെക്രട്ടറി പത്രത്തിൽ ലേഖനം എഴുതി. പക്ഷേ ഇവരുടെ ഒപ്പം ഭരിക്കുന്ന CPI അവരുടെ മുഖപത്രത്തിൽ ഈ നയപ്രഖ്യാപനത്തെ പ്രശംസിച്ചില്ല എന്ന് മാത്രമല്ല, പാർട്ടി സെക്രട്ടറി ദേശാഭിമാനിയിൽ ലേഖനം എഴുതിയ പോലെ ബിനോയ് വിശ്വം എന്ന CPI സെക്രട്ടറി ജനയുഗത്തിൽ ലേഖനവും എഴുതിയില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? CPM BJP ബന്ധം ഊഷ്മളമാകാൻ പോകുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു സംസ്ഥാനത്ത് BJPക്ക് ഒരു CPM-ൻ്റെ ഒരു പോഷക സംഘടന എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ CPM അധികാരത്തിൽ വരാൻ താല്പര്യമുള്ള ഒരു കക്ഷിയെന്ന് ഞാൻ കരുതുന്നുള്ളൂ. അങ്ങനെ വരുമ്പോൾ അവർക്കിടയിലെ നേതാക്കൾക്കിടയിൽ അസ്വാരസ്യം വർദ്ധിക്കും. അതെങ്ങനെയാണ്? വേറെ അവർക്ക് രാഷ്ട്രീയ ലക്ഷ്യമില്ല. അപ്പോൾ അതുകൊണ്ട് അവർക്കെന്താ വെച്ചാൽ, അപ്പോൾ വ്യക്തിപരമായ ഒരുപാട് പ്രശ്നങ്ങൾ അവർക്കിടയിൽ വരും. അങ്ങനെ വ്യക്തിപരമായ പ്രശ്നങ്ങൾ വരുമ്പോഴാണ് പല നേതാക്കളും പാർട്ടി വിടുന്നത്. ഇപ്പോൾ ഈ ചർച്ചയിൽ തന്നെ നമ്മൾ കണ്ടതും അതൊക്കെ തന്നെയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, കേന്ദ്രം ഭരിക്കുന്ന BJP ആയതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. നേരെ മറിച്ച് കേന്ദ്രത്തിലെ BJP അവർ പ്രതിപക്ഷത്തിരിക്കട്ടെ, അപ്പോൾ അവരുടെ നിലപാട് കേരളത്തിൽ എന്തായിരിക്കും വ്യത്യാസം വരിക? കേന്ദ്രത്തിൽ 2014 നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന ശേഷമാണല്ലോ കേരളത്തിലെ BJPക്കൊരു അവർ ഉണ്ടെന്ന് പറയുന്ന ഗ്ലാമർ വന്നത്. ആ ഗ്ലാമർ ഇപ്പോൾ കുറഞ്ഞു വന്നത് നരേന്ദ്രമോദിക്ക് വ്യക്തമായ ഭൂരിപക്ഷം ഇല്ലാത്തതുകൊണ്ടാണല്ലോ. അപ്പോൾ മാധു ചോദിച്ച ചോദ്യം വ്യക്തിപരമായി തന്നെ തീരും. കാരണം എന്താണെന്നറിയോ? പാർട്ടിയുടെ സംഘടനയിൽ അവർക്ക് ആധിപത്യം പുലർത്താൻ വേണ്ടിയിട്ട് നേതാക്കൾക്കിടയിൽ മത്സരമുണ്ട്. അത് എല്ലാ പാർട്ടിയിലും ഉണ്ട്. അത് BJPയിൽ തെളിഞ്ഞു കാണാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, അവർക്ക് കേരളത്തിൽ പ്രത്യേകിച്ച് രാഷ്ട്രീയ ലക്ഷ്യമില്ലാത്തതുകൊണ്ടാണ്. ഈ രാഷ്ട്രീയ ലക്ഷ്യമില്ലാന്ന് ഞാൻ പറയുമ്പോൾ അവർക്കെന്താ ഭരിക്കാൻ പറ്റില്ലേ എന്നൊക്കെ ചോദിച്ചാൽ, 35 സീറ്റ് കിട്ടിയാൽ ഞങ്ങൾ കേരളം ഭരിക്കുന്നത് K. സുരേന്ദ്രനൊക്കെ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ. 35 സീറ്റ് പോയിട്ട് ഒരു സീറ്റ് പോലും നിയമസഭയിൽ ഇല്ലെന്ന് മാത്രമല്ല, അവർക്ക് ഈ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ അവർക്കുണ്ടായിരുന്ന ആ 2ാം സ്ഥാനം നിലനിർത്താൻ അവർ പെട്ട പാടും, അതിനുശേഷം അവിടെ നഗരപ്രാന്ത പ്രദേശത്ത് അവരുടെ ഭൂരിപക്ഷം പോയതും, അതിനുശേഷം ആ പാർട്ടിയിൽ നിന്നും സന്ദീപ് വാര്യരെ പോലുള്ള പ്രമുഖൻ പോയതും, അതിനുശേഷം ഇപ്പോൾ പാലക്കാട് കൗൺസിലർമാരുടെ ഇടയിലുള്ള വ്യത്യാസങ്ങളൊക്കെ എന്തിനാണ് സൂചിപ്പിക്കുന്നത്? ഏതെങ്കിലും രാഷ്ട്രീയ നേട്ടമാണോ? ഏതെങ്കിലും രാഷ്ട്രീയ ലക്ഷ്യമാണോ? അല്ല, വ്യക്തിപരമായ പ്രശ്നം തന്നെയാണ്. അവിടെ ഇപ്പം നമ്മൾ കേൾക്കുന്ന അവിടുത്തെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളല്ലേ. അങ്ങനെ ആണെങ്കിൽ നമ്മൾ അതൊക്കെ ആലോചിക്കേണ്ടതായിട്ടുണ്ട്. ഈ ഒരു അവസ്ഥയിൽ BJPയിലെ ഇത് പാലക്കാട് മാത്രം ഒതുങ്ങുന്നതാവില്ല. തൃശ്ശൂരിലത്തെ കാര്യം ഞാൻ പറയുന്നില്ല, സന്ദീപ് വാര്യർ പറഞ്ഞല്ലോ. ഈ പറയുന്ന പ്രശ്നങ്ങളുണ്ട്, പഠനപ്പിണക്കങ്ങളുണ്ട്, പാർട്ടിയിൽ ആഭ്യന്തര പ്രശ്നങ്ങളുണ്ട് എന്നുള്ള കാര്യങ്ങൾ കൂടി വരികയാണ്. എന്തായാലും ജില്ലാ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പ്രശാന്ത് ശിവനെ ഉയർത്തിക്കാണിച്ചതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് BJPയിൽ പാലക്കാട്ട് പുകയുന്നത്. അതിന് നാളെയോടെ പരിഹാരം കാണാൻ കഴിയുമെന്നാണ് ഔദ്യോഗിക നേതൃത്വം വിചാരിക്കുന്നത്. പക്ഷേ നാളത്തെയോടെ ഒരു പൊട്ടിത്തെറിയിലേക്ക് കൗൺസിലർമാർ പോകും എന്നുള്ളതാണ് വിമതർ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. വളരെയധികം നന്ദി പാനലിസ്റ്റുകൾക്കും പ്രേക്ഷകർക്കും.